ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയമെന്നോ നിശ്ചയം മാത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകേലോ ചെയ്യുന്നത്. അതേ ഈ മനുഷ്യർക്ക് അത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ. എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച പാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തി കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതാത്രേ ഇവിടെ ജന്മാസാഫല്യമാകുന്നത്. സാ രാമചന്ദ്ര വാപ്പായാൽ അവണ്ണമെല്ലാം അമരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാണല്ലോ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയത് കൊള്ളാം, നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്തിരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് സൂര്യവംശമഹാരാജാവ് ദശരഥൻ സന്തത്യർത്ഥം പുത്രകാമേഷ്ടിയാഗത്തെ ആരംഭിച്ച കാലത്തെങ്കിൽ ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെയും അനന്തൻ്റെയും ശംഖുചക്രങ്ങളുടെയും ശക്തി ആകർഷിച്ച് പായസരൂപേണ നിർമ്മിച്ച് ദിവ്യമായിരിക്കുന്ന പായസത്തെ പ്രാജാപത്യനാകുന്ന ഭൂതത്താൻ്റെ കയ്യിൽ കൊടുത്ത് നിയോഗിച്ച അവൻ അവിടെ നിന്നും പുറപ്പെട്ട് മഹർഷിയുടെ യജ്ഞകുണ്ടത്തിങ്കൽ പ്രത്യക്ഷീഭൂതനായി ദിവ്യമായിരിക്കുന്ന പായസത്തെ ദശരഥ മഹാരാജാവിനായി കൊണ്ടുകൊടുത്ത് പായസം 3 ഭാര്യമാർക്കായി മഹാരാജാവ് ഭാഗിച്ചു കൊടുത്ത് പായസം ഭക്ഷിക്കുക ഹേതുവായിട്ട് 3 പേരും ഗർഭം ധരിച്ച് 10 മാസം തികഞ്ഞ് പ്രസവിച്ച് 4 കുമാരന്മാരുണ്ടായതിൻ്റെ ശേഷം ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, വിദ്യാരംഭം ഇത്യാദികളൊക്കെ വേയും കഴിഞ്ഞ് ജ്യേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജന്മാരോടും ഒരുമിച്ച് വസിഷ്ഠാശ്രമത്തിങ്കൽ വേദാധ്യയനം ചെയ്തും കൊണ്ട് വർത്തിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ കാലേ തസ്മിൻ നിയോഗാൽ കില കമലഭുവോ വാനരാനക്ഷഭല്ലാൻ ഗോലാങ്കൂലംശ്ച ലീലാതുലിതകുലഗിരീൻ ഉഗ്രദംഷ്ട്രാകരാളാൻ ദേവാ ദേവാംഗനാസു പ്രസഭമജനയൻ ഈശിതാഭൂതമീഷാം ബാലീ ബാലാഗ്രസംയന്ത്രിതദശവദനോ വിക്രമീശക്രസൂനു തസ്മിൻ കാലേ ആ കാലത്തിങ്കൽ ആ കാലം എന്ന് പറഞ്ഞാലോ അങ്ങനെയെല്ലാമുള്ളതായിട്ടുള്ള കാലം, അപ്രകാരമെല്ലാമുള്ള കാലം, അതിവിശേഷമായിട്ടുള്ള കാലം. ഇതെന്താ അങ്ങനെ കേമാണ് ആ കാലം. ഇതിനേക്കാൾ നല്ലൊരു കാലം ഇനി ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ എന്നല്ലേ? എപ്പോഴും അങ്ങനെയാണ്. നല്ല കാലം ഉണ്ടാവും, നന്നല്ലാത്ത കാലം ഉണ്ടാവും. സംശയം ഉണ്ടോ? ഇല്ലയോ? ഇപ്പം നല്ല കാലമാണെന്ന് തോന്നുന്ന ചില ആളുകളുണ്ടാവും. എന്നാൽ
അതേ കാലം തന്നെ വേറെ ചില ആളുകൾക്ക് ഇതല്ല, ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല, ഒരു പന്തില്ലാത്ത കാല, അങ്ങനെയുള്ള പക്ഷക്കാരും ഉണ്ട് അല്ലേ. ഇതൊക്കെ മാറി മാറി ഇത് ആപേക്ഷികമായിട്ടുള്ളതാണ്. ആർക്കാണ് എങ്ങനെയാണ് ഓരോ കാലവും അനുഭവപ്പെടുക എന്നുള്ളത് അതിന് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ തരവും. ഇതങ്ങനെയല്ല, എല്ലാവർക്കും നല്ല കാലമാണ്, അതിശ്രേഷ്ഠമായിട്ടുള്ള കാലം, അതിവിശേഷമായിട്ടുള്ള കാലം. എന്താ അങ്ങനെ ശ്രേഷ്ഠമാണ് ആ കാലം എന്ന് പറയാൻ? എന്താ അതിൻ്റെ കാരണം എന്നാണെങ്കിൽ, ഭഗവാൻ ശ്രീനാരായണൻ, ലോകനാഥനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിങ്കൽ അവതരിച്ചിട്ടുള്ളതായിട്ടുള്ള കാലം. ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചേക്കണു. ലോകനാഥനായിട്ടുള്ള ആൾ ഭൂമിയിൽ അവതരിക്കുക. എങ്ങനെ? എന്തവതാരം? രാമാവതാരം. രാമൻ എന്ന പേരോടുകൂടി ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചു. അതാണ് ഭൂമിദേവിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാലമാണെന്ന് പറയുന്നത്. എന്താ ഇങ്ങനെ അവതരിക്കാൻ? എപ്പോഴാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുക? ഏതെങ്കിലും ഒരു ആവശ്യത്തിനാണ് ഉണ്ടാവുക, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക പോവുക അങ്ങനെ ഇല്ല. വളരെ കാലങ്ങൾ കഴിയുമ്പോഴാണ് ഒരു അവതാരം ഉണ്ടാവുന്നത്. ഈ അവതാരത്തിൻ്റെ ആവശ്യം എന്താ എന്നാണെങ്കിൽ, ഭൂഭാരം ഇല്ലാണ്ടാകുക, ഭൂഭാരത്തെ ഇല്ലാണ്ടാകുക. ഭൂമി ദേവിക്ക് അധികലശലായിട്ടുള്ള ഭാരം ഉണ്ടായേക്കണു. ഭൂമിക്ക് എപ്പോഴാണ് ഭാരം ഉണ്ടാവുക? ഭൂമിയുടെ മുകളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ഭൂമി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാം ഒരേപോലെയാണെന്നാ? അല്ല, പല തരത്തിലുള്ള ആളുകളുണ്ട്. ഇതൊക്കെ കാരണമാണ് ഈ ഭാരം കൂട്ടുന്നത്. നോക്കാം, ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ ഭൂമിയുടെ മുകളിലുള്ളത്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഭൂമിയല്ലേ ഇതിനെയൊക്കെ ഏറ്റേണ്ടത്. അയ്യോ, ഓരോന്നിനെയൊക്കെ കാണുമ്പോഴാ അങ്ങനെ നല്ല കനുള്ള വകകളാണ് ഒരു ഇതൊക്കെ ഭൂമിയുടെ മുകളിൽ ഇപ്പോൾ ഉള്ളത്. നോക്കാം, ഇതിൻ്റെയൊക്കെ കനം കാണുമ്പോഴാ എന്നാൽ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഇതല്ലേ, ഈ ഭാരം ഇങ്ങനെ കൂടി 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 കൂടി. ഇതൊക്കെ ആർക്കാ അതിൻ്റെ വിഷമം? ഭൂമിക്കാ. ഭൂമി വേണ്ട ഇതിനെയൊക്കെ ചുമക്കാൻ ഏറ്റി നടക്കുന്ന ആളുകൾക്കാണല്ലോ വിഷമം ഉണ്ടാവുക. അപ്പോൾ ഭൂഭാരം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ കുറേ ആളുകളുടെ എണ്ണം കൂടിയെന്നോ അല്ലെങ്കിൽ കനമുള്ള ആളുകൾ വർദ്ധിച്ചു എന്നോ വേണ്ടാത്തത് അതല്ല. പിന്നെയോ, ഭൂമിയുടെ ഭാരം വർദ്ധിക്കുക ദുഷ്ടന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. ദുഷ്കർമ്മികളായിട്ടുള്ള ആളുകൾ സൽക്കർമ്മം ചെയ്യില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സൽക്കർമ്മത്തിന് പുറപ്പെടണമെന്ന് കേട്ടാൽ അവിടെ ചെന്ന് അവരെ ഉപദ്രവിക്കും. ആ സൽക്കർമ്മം നടത്താണ്ട് എന്താ അതിന് വേണ്ട വെച്ചാൽ അതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, ദുഷ്ടപ്രജകൾ ഭൂമിയിൽ അധികലശലായി. ആരാതാ ഈ ദുഷ്ടന്മാര്? രാക്ഷസവർഗം. രാക്ഷസന്മാരാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. ആ രാക്ഷസന്മാരുടെ എണ്ണം വർദ്ധിച്ചു. എണ്ണം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് മുമ്പത്തേക്കാളധികം ശക്തി വർദ്ധിച്ചു. ഇപ്പം മുമ്പ് ഇവർ രാക്ഷസന്മാരുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കരുത്. രാക്ഷസന്മാർ നേരത്തെ ഭൂമിയിലുണ്ട്. പക്ഷേ ആ ഭൂമിയിലുണ്ടായിരുന്ന രാക്ഷസവർഗം ഭഗവാനെ ഭയപ്പെട്ട് മഹാവിഷ്ണുവിനെ പേടിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒളിച്ചേക്കായിരുന്നു. ഇപ്പം ആ പേടിയൊക്കെ മാറി. എപ്പോഴാണ് പേടി മാറുക? അവനവനെ കൊണ്ട് എല്ലാം നേരെ ഇടാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പോൾ ആ കുറേശ്ശെ പേടിച്ച് മാറിയിരിക്കും. നല്ല അങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്താലും വിരോധമില്ല, എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട്, ശക്തനായിട്ടൊരാളുണ്ട്, രക്ഷകനുണ്ടെന്ന് തോന്നുമ്പോഴല്ലേ പേടിയില്ലാണ്ടിരിക്കുക. ഇവിടെ അതന്നെയാണ് ഉണ്ടായത്. രാക്ഷസന്മാർക്ക് ആരെയും പേടിയില്ലാണ്ടാവാൻ കാരണം രാക്ഷസന്മാർക്ക് അവരുടെ നായകനായിട്ട് അതിശക്തനായിട്ടുള്ള ഒരാൾ മുഖ്യസ്ഥാനത്ത് കയറിയിരിക്കുക. ഇതിനേക്കാൾ വലിയ കൊള്ളരുതാത്തല്ല അല്ലേ? ആര്? രാവണൻ. രാവണൻ രാക്ഷസ ചക്രവർത്തി അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും രാക്ഷസന്മാർ പല ആളുകൾ പല ഭാഗത്ത് കഴിഞ്ഞിരുന്നവരൊക്കെ അവിടുന്ന് പുറപ്പെട്ടു. പാതാളത്തിൽ അവിടെ ഇവിടെ കഴിഞ്ഞിരുന്ന ആളുകൾ ഇതൊക്കെ ഉറങ്ങാന്നാ തോന്നുന്നത്. നമുക്ക് കുറേ നേരമായി. അതിനെയൊക്കെ ഒന്ന് വിളിച്ച് എണീപ്പിക്കാം. ഇവിടുന്ന് പോവാ കേട്ടോ. അതെ, പോവാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങണ്ട. നമുക്കൊരു സ്ഥലമുണ്ട്, ആശ്രയിക്കാൻ ഒരാളുണ്ട്, അവിടെ പോവാം. ലങ്കയിലേക്ക് പോവാം. രാക്ഷസ ചക്രവർത്തിയായിട്ട് അവിടെ രാവണനെ അഭിഷേകം ചെയ്യൽ കഴിഞ്ഞു. ഇനി പഴയ പോലെയൊന്നുമല്ല, നമ്മുടെ നല്ല കാലം വരാൻ പോണത്. എന്താ തോന്നണതാ? നല്ല കാലമൊക്കെ പോയി. ഇപ്പം ഇരുന്നിടത്ത് നിന്ന് എണീക്കാനാ വിഷമം. അയ്യോ, ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം അവിടെ നിന്ന് എണീക്കാൻ.
ആർക്കും ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ വിഷമേ. ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കിയറിയാം. എന്താ നോക്കാം, നല്ല പ്രായത്തിൽ ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. അന്ന് ഇവിടെ വന്നിരുന്നതാ. ഇപ്പോഴാണ് ഒരവസരം ഉണ്ടായത്. ആർക്കെങ്കിലും പരോപദ്രവം ചെയ്യാൻ വലിയ സന്തോഷമാണ്. ആ പരോപദ്രവം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ പരോപദ്രവത്തിനുള്ള അവസരമായപ്പോൾ ഇരുന്നിടത്തുനിന്ന് എണീക്കാനും വയ്യ. എന്താ ചെയ്യുക? അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. നല്ല പരോപദ്രവം ചെയ്യണ ആളുകൾക്ക് ഇരുന്നിടത്തുനിന്ന് എണീക്കണം എന്നൊന്നുമില്ല കേട്ടോ. കിടക്കണ ദിക്കിൽ കിടന്നുകൊണ്ട് ആളുകൾ ഉപദ്രവിക്കണവരുണ്ട് അല്ലേ? അതിന് എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യണം. എന്നാ പോവാ, എണീക്കേ. ഇനി അവിടെ കാലിൻ്റെ മുകളിൽ കാലങ്ങടെ കയറ്റി ഉറപ്പിക്കണ്ട. എണീക്കാ, പോവാം. രാക്ഷസന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കഴിഞ്ഞിരുന്ന രാക്ഷസവർഗ്ഗങ്ങൾ മുഴുവൻ ലങ്കയിൽ വന്നു. ലങ്കയിൽ വന്ന് രാവണനെ ആശ്രയിച്ചും കൊണ്ട് അവരവിടെ ലോകോപദ്രവം അങ്ങോട്ട് തുടങ്ങി. സ്വർഗത്തിൽ ചെല്ലുക, ദേവന്മാരെ ഉപദ്രവിക്കുക, മഹർഷിമാർ ഋഷീശ്വരന്മാരെന്തെങ്കിലും സൽക്കർമ്മം തുടങ്ങി അവിടെ ചെല്ലുക, അതൊക്കെ മുടക്കുക. ഇതാണ് അവരുടെ പ്രധാന പ്രവൃത്തി. അങ്ങനെ ലോകോപദ്രവം കലശലായി കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ഭൂമിയിൽ സൽക്കർമ്മം ലേശാൽ ദേവന്മാർക്കാണ് അതിൻ്റെ വിഷമം അധികം. ഇവിടെ സൽക്കർമ്മികൾ എന്തെങ്കിലുമൊക്കെ യാഗം തുടങ്ങിയിട്ടുള്ളതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലേ അതിൻ്റെ ഹവിസ് ഭക്ഷിച്ചിട്ട് വേണം അവർക്ക് അവിടെ കഴിയാൻ. അപ്പം അത് പറ്റാണ്ടേ. അപ്പോൾ ദേവന്മാരൊക്കെ കൂടി നിശ്ചയിച്ചു, ഇത് എന്താ ഇനിയൊരു മാർഗം? ഒരു കാര്യം ചെയ്യാം, ഭഗവാനെ കണ്ട കാര്യം പറയാം കേട്ടോ. മഹാവിഷ്ണു വിചാരിച്ചാൽ ഇനി നേരെയേ ഉള്ളൂ. അങ്ങനെയല്ലേ തോന്നണത്? വേറെ ആർക്കെങ്കിലും നേരെയാക്കാൻ പറ്റുമോ? ഇല്ല, അദ്ദേഹം തന്നെ വിചാരിക്കണം, നാരായണൻ തന്നെ വിചാരിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ ചെന്ന് കണ്ട് സങ്കടം പറയാം. അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സങ്കടം പറയാൻ നമ്മൾ മാത്രം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി പറയാൻ അവിടെ ചെന്ന് ഭഗവാനോട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറയാൻ ഒരാൾ കൂടെ വേണ്ടേ? അത് വേണം. ഇതെല്ലാ കാലത്തും ഉള്ളതാ. വലിയ വലിയ ആളുകളുടെ അടുത്ത് ശുപാർശ പറയാൻ എന്നും ഒരാൾ കൂടെ ഉണ്ടാവണത് നന്നാ അല്ലേ? അങ്ങനെ പലതും സാധിച്ചിട്ടില്ലേ ശുപാർശ കൊണ്ട്? ഉണ്ട്. എനിക്ക് കണ്ടപ്പോഴേ തോന്നി അങ്ങനെയുള്ള ആളാണെന്നുള്ളത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രഹ്മാവിനെ കൂടെ കൂട്ടാം. ഏത് ശേഷം ബ്രഹ്മാവിനെ കൂടെ കൂട്ടി അവർ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് പ്രസാദിച്ച് പ്രത്യക്ഷനാക്കി ഭഗവാനോട് സങ്കടം പറഞ്ഞു. സങ്കടം അങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ആരും വിഷമിക്കണ്ട, നിങ്ങളുടെ സങ്കടമൊക്കെ ഞാനില്ലാണ്ട് കേട്ടോ, വിഷമിക്കണ്ട, വലിയ കാലതാമസമില്ല, രാവണൻ്റെ കഥ കഴിച്ചോളാം എന്നങ്ങോട്ട് പറഞ്ഞ് ദേവന്മാരെ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെയും ശംഖുചക്രങ്ങളുടെയും അനന്തൻ്റെയും ശക്തി ആകർഷിച്ച് അതൊരു പായസരൂപത്തിലാക്കി പ്രാജാപത്യൻ എന്നു പേരുള്ളൊരു ഭൂതത്താനെ വിളിച്ച് അവൻ്റെ കയ്യിൽ അത് കൊടുത്തയച്ചു. അവൻ അതും കൊണ്ട് അവിടുന്ന് പുറപ്പെട്ട് ആ സമയത്താണ് ഭൂമിയിൽ അയോധ്യ മഹാരാജാവ് ദശരഥൻ സന്തതികളുണ്ടാവാൻ വേണ്ടി ഋഷ്യശൃംഗ മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. ഇനി സന്തതി ഇല്ലാണ്ടായ വലിയ രാജ്യഭാരം, രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാണ്ടാവാൻ പാടില്ല, നല്ല നല്ല സന്തതികൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഹാരാജാവ് യാഗം തുടങ്ങിച്ചിട്ടുണ്ട്. ആ യജ്ഞകുണ്ഡത്തിൽ അവൻ പ്രത്യക്ഷീഭൂതനായി ആ പായസത്തെ മഹാരാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. പായസം വാങ്ങി യാഗമൊക്കെ അവസാനിപ്പിച്ചു. ബ്രാഹ്മണർക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. ദക്ഷിണയൊക്കെ കഴിഞ്ഞില്ലേ? യാഗം കഴിഞ്ഞു, അവർ പോയി. പോയി കഴിഞ്ഞപ്പോൾ മഹാരാജാവ് അവിടെ ചെന്ന രാജധാനിയിൽ ചെന്ന പായസം 3 ഭാര്യമാർക്ക് കൊടുത്തു. 3 പേരും അത് ഭക്ഷിച്ചു. അങ്ങനെ ഗർഭമുണ്ടായി. അത് പൂർണ്ണമായി 10 മാസം തികഞ്ഞ് അവർ പ്രസവിച്ചപ്പോൾ 3 ഭാര്യമാർക്കും കൂടി 4 പുത്രന്മാർ. കൗസല്യയ്ക്ക് ഒരു പുത്രൻ, കൈകേയിക്ക് ഒരു പുത്രൻ, സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ഉണ്ടായി. സന്തതികളുണ്ടായി. മഹാരാജാവിന് സന്തോഷമായി. കുളിച്ച് ജാതകർമ്മം കഴിഞ്ഞു. 28ാമത്തെ ദിവസം നാമകരണത്തിൻ്റെ സമയമായി. ആ നാമകരണത്തിൻ്റെ ദിവസം മഹാരാജാവ് കുളിച്ച് വന്ന് അവിടെ ഇരുന്ന് ആദ്യത്തെ സന്തതിയെ അങ്ങോട്ട് എടുത്ത് മടിയിൽ വെച്ചു. ഭഗവാനെ, കൗസല്യ പ്രസവിച്ചുണ്ടായിട്ടുള്ള ആളാണ്. ആ പുത്രനെ എടുത്ത് മടിയിലേക്ക് വെച്ച് എന്താ ഇപ്പം പേര് വേണ്ടതാ? ഇതിപ്പോൾ മടിയിലെടുത്ത് ഇപ്പോഴാണോ ആലോചിക്കുക? പേരൊക്കെ നേരത്തെ കരുതിയിട്ട് വരണ്ടേ? അല്ലാണ്ട് സന്തതിയുടെ വന്ന് അതാ പേരൊന്നും കരുതിയിട്ടില്ലേ? പേരൊക്കെ നേരത്തെ മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം. സന്തതി ഉണ്ടാവണതിന് മുമ്പ് തന്നെ ആളുകൾ പേര് നിശ്ചയിക്കാറുണ്ട്. ഇത് ഇയാൾക്ക് ഇതൊന്നും വശമില്ല എന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഈ സന്തതി ഉണ്ടായിട്ടും ഇല്ലേ, ഒരെണ്ണം ഉണ്ടായ പേര് അവിടെ ഇരുന്നിട്ട് ആലോചിക്കുക. എന്നാൽ അങ്ങനെയാണ് വേണ്ടത്.
ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സന്തതിയുടെ മുഖത്തേക്ക് നോക്കിയാൽ സന്തതി പറഞ്ഞു തരും എന്താ വേണ്ടതെന്നുള്ളത്. ഏതാ 28 ദിവസമുള്ളത് ഇത് നോക്കാം. അവിടെ കയ്യും കാലും ഇട്ട് അവിടെ അടിച്ച് കിടക്കുക. ഇതെങ്ങനെയാണ് പറഞ്ഞു തരിക? 28 ദിവസം. ശിശുവാണ്. ശിശുവിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറയിപ്പിക്കുക. മനസ്സിന് തോന്നും. അത് ആ തോന്നണ പേര് വേണം ഇടാൻ. അതല്ലാണ്ട് വരുമ്പോഴാണ് നല്ല പേരൊക്കെ ആവും. പേര് കേമ ആള് മാത്രമേ ഉള്ളൂ പന്തില്ലാണ്ടായത്. അങ്ങനെ തോന്നാറില്ലേ ചിലത്? പേര് കേമ എന്താ കാര്യം? ആ വിദ്വാൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല ആ പേരിട്ടത്. പേര് കേമം ആള് പന്തില്ലാത്ത. അങ്ങനെ വരാണ്ടായിരിക്കണമെങ്കിൽ ശിശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിൽ തോന്നണ പേര്. ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ രാമൻ എന്ന് വിളിക്കാനാ തോന്നിയത്. എന്താ കാര്യം വെച്ചാൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പേര് വേറില്ല. രമിപ്പിക്കണ ആള്, സന്തോഷിപ്പിക്കണ ആള്. ആരെ രമിപ്പിക്കണു? എല്ലാവരും. ഇത് പറഞ്ഞാലോ അവനവൻ്റെ ആളുകളെ മാത്രം സന്തോഷിപ്പിക്കുക. ഇവിടൊക്കെ അത്രയല്ലേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതല്ല, ലോകത്തിന് മുഴുവൻ ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ ആകൃതി അങ്ങോട്ട് കണ്ടാൽ ഈ രൂപം കണ്ട ആർക്കാ സന്തോഷമാവാണ്ടിരിക്കുക? എന്താ അത്രയും കണ്ണുള്ള ആർക്കും സന്തോഷവും. അതിമനോഹരമായിട്ടുള്ള ആകൃതി. അതുകൊണ്ടാണ് രാമൻ എന്ന് പേരുണ്ടായി. അത് കഴിഞ്ഞ് ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന ബാക്കിയുള്ള ആളുകൾക്ക് നാമകരണം നടത്തി. നാമകരണം കഴിഞ്ഞു. പിന്നെ അന്നപ്രാശനായി. അത് കഴിഞ്ഞ് വിദ്യാരംഭം. ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞു. വിദ്യാരംഭം കഴിഞ്ഞ് വേദാധ്യയനത്തിന് സമയമായിപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് വേദാധ്യയനം ചെയ്തും കൊണ്ട് അവിടെ ഇരിക്കണം. അവരെ ഭഗവാൻ സഹോദരന്മാരോട് ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്തും കൊണ്ട് അവിടെ വർത്തിക്കണം. തസ്മിൻ കാലേ, ആ കാലത്ത് എന്താ സംഭവിച്ചതാ നല്ലേ? ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് എല്ലാവരോടും കൂടി സന്തോഷമായിട്ടിരിക്കണ ആ കാലത്ത് ദേവാ വാനരാൻ അജനയൻ, ദേവന്മാര് വാനരന്മാരെ ജനിപ്പിച്ചു. ഭഗവാൻ അവതരിച്ച അതേ കാലത്ത് തന്നെ ദേവന്മാർ അനവധി വാനരന്മാരെ ജനിപ്പിക്കലുണ്ടായി. അതാണ് വെറുതെ ഇരിക്കല്ല എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ചിലതുണ്ട് ഭഗവാനെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ഇരുന്ന് നിൽക്കുന്ന എണീക്കില്ല. ഒരുവിധ ആളുകളിലൊക്കെ ഇതൊക്കെ അങ്ങനെ ഇരിക്കണം. ഇരിപ്പാ ഏൽപ്പിച്ചു ഇല്ലേ? അതിനല്ലേ നിങ്ങോട് വന്നതാ? ഇവിടെ വന്നു, അവനവൻ്റെ ഭാരം മുഴുവൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെയല്ല വേണ്ടത്. ഈശ്വര സഹായം ഉണ്ടെങ്കിലും അവനവൻ്റെ പ്രയത്നം വേണം. ഇവിടെ ദേവന്മാർ പ്രയത്നിച്ചു. എന്താ പ്രയത്നിച്ചതാ? അനവധി വാനരന്മാരെ ജനിപ്പിച്ചു. എന്താടോ ഈ വാനരൻ എന്ന് പറഞ്ഞാൽ? തൻ്റെ മുഖത്ത് നോക്കി പറയണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കൊരങ്ങൻ. ദേവന്മാർ കൊരങ്ങന്മാരെ ജനിപ്പിച്ചു. എന്ത് കഥ? എടോ, ദേവന്മാരാന്ന് പറഞ്ഞാൽ മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള ലോകോത്തരന്മാരായിട്ടുള്ള ആളുകളല്ലേ? അപ്പോൾ അവരെന്തിനാ ഈ കൊരങ്ങന്മാരെ ജനിപ്പിക്കണത്? കൊരങ്ങന്മാരെന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തവന്മാരല്ലേ? അല്ലാണ്ട് കൊരങ്ങന്മാരെ ആരെങ്കിലും കേമന്മാരായിട്ട് കരുതിയിട്ടുണ്ടോ? നോക്കിയാൽ അതാ അവിടെ 2 കൊരങ്ങന്മാർ നിൽക്കുന്നു. ഒന്ന് തൊഴണം. കൊരങ്ങനെ കണ്ടാൽ തൊഴുക. ആരെങ്കിലും പതിവുണ്ടോ? കൊരങ്ങന്മാരെ കണ്ടാൽ കൊരങ്ങൻ അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൊരങ്ങന്മാരെ ബഹുമാനിക്കാറില്ല. ഇല്ല. പിന്നെ എന്താ ദേവന്മാരെ അങ്ങനെയുള്ള നികൃഷ്ടന്മാരായിട്ടുള്ള സന്തതികളെ ജനിപ്പിക്കണതാ? എടോ, ഈ ജനിപ്പിക്കുകയല്ല, ഇതൊക്കെ ജനിക്കല്ലേ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നല്ല സന്തതി ഉണ്ടാവണമെന്ന്. കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ്. അതൊക്കെ ദൈവാധീന. ചില ആളുകൾക്ക് നല്ലതുണ്ടാവും, ചിലർക്ക് പന്തിയല്ലാത്തതുണ്ടാവും, ഒക്കെ പലതും ഉണ്ടാവും. ഇവിടെ ദേവന്മാർക്കും അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ പോരെ? അല്ലല്ലോ. ദേവന്മാര് വാനരന്മാരെ ജനിപ്പിച്ചു എന്നാ. ജനിച്ചു എന്ന് പറയണതും ജനിപ്പിച്ചു എന്ന് പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ജനിപ്പിച്ചു എന്ന് പറഞ്ഞാലോ ഉണ്ടാക്കി. ഇപ്പം മനസ്സിലായോ വ്യത്യാസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്നെ അതെ, വേണം, ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് സൃഷ്ടിക്കുമ്പോഴാണ് അത് ഉണ്ടാക്കലാവുക. മറ്റേത് ഒന്നും വിചാരിച്ചില്ല, ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ദേവന്മാർക്ക് തോന്നി കൊരങ്ങന്മാരെ ജനിപ്പിക്കണമെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു കൊരങ്ങനെ സൃഷ്ടിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ചിലതൊക്കെ ഇന്നത്തെ കാലമാറ്റം കാണുമ്പോൾ ആളുകൾക്ക് തോന്നാറുണ്ട്, ഇങ്ങനെയുള്ള സന്തതിയൊന്നും ആയ ഇന്നത്തെ കാലത്ത് നേരെയാവുമെന്ന് തോന്നണില്ല കേട്ടോ. ഈ താടിക്ക് കൈയും കൊടുത്തിരിക്കേണ്ടി വരുന്നാ തോന്നണേ. എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെയുള്ള സന്തതികളൊക്കെ വേണം. കൊള്ളരുതാത്തവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്ക് പ്രയോജനമുള്ളൂ.
എവിടെയെങ്കിലും ചെല്ലുക, ആളുകളെ പ്രഹരിക്കുക, വല്ലതൊക്കെ തട്ടിപ്പറിക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കേമന്മാരാവുക. അല്ലാണ്ട് ഇതുപോലെയുള്ള ഉറക്കം തൂങ്ങണതൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നോളും, ചടഞ്ഞു കൂടി അവിടെ ഇരിക്കും. അതൊന്നുമല്ല, മറ്റേതൊക്കെ നോക്കണ്ടോ കുരങ്ങനെയൊക്കെ ചാടി പോണത്. അങ്ങനെയുള്ള സന്തതികളൊക്കെ ഉണ്ടായാലേ കാര്യമുള്ളൂ എന്ന് ദേവന്മാർക്ക് തോന്നും. ബുദ്ധിമാന്മാർക്കാണല്ലോ ആദ്യം വേണ്ടത് തോന്നുക. അപ്പോൾ ദേവന്മാർക്ക് തോന്നി എന്നാ ഇനി കുരങ്ങന്മാർ മതി. ദേവന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ദേവന്മാർ വാനരന്മാരെ ജനിപ്പിക്കാൻ എന്താ കാരണവശാൽ ദേവന്മാർ അവർക്ക് തോന്നിയിട്ട് സ്വേച്ഛയാ ചെയ്തതല്ല. പിന്നെയോ കമലഭുവ നിയോഗാൽ, കമലഭൂവിൻ്റെ നിയോഗം ഹേതുവായിട്ട് ബ്രഹ്മാവ് കൽപ്പിക്കുക. കാരണം ബ്രഹ്മാവ് ദേവന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ വാനരന്മാരെ ജനിപ്പിക്കണം എന്നുള്ളത്. അതെപ്പോഴാ വെച്ചാൽ ബ്രഹ്മാവിൻ്റോട് ഒരുമിച്ചാണ് ദേവന്മാർ വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ അതാ അയാൾ ഓടണു, അയാൾ വന്നു, അയാളുടെ കാര്യം കഴിഞ്ഞ് ഓടിപ്പോവാ, അത്രേ ഉള്ളേ. ഇവിടെ വന്നു പറയേണ്ടതൊക്കെ പറഞ്ഞു, അതാ ഒക്കെ പറഞ്ഞു. അയാൾ പോണേ അവിടെ നിൽക്കാ ദേവന്മാരാ ഇവിടെ പറഞ്ഞത് വല്ലതും കേട്ടോ? അതെങ്ങനെ ഈ മുമ്പിൽ വന്നിരിക്കണതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് എവിടെ ശ്രദ്ധിച്ചാൽ മതി. മുമ്പിലിരിക്കണവനാണ് ഒന്നും കേൾക്കാത്തവൻ. മാന്യസ്ഥാനത്ത് വന്നിരിക്കും, ഒന്നും കേൾക്കില്ല, ബാക്കിയുള്ളവരെ കേൾപ്പിക്കില്ല. അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. മുമ്പിൽ വന്നിരുന്ന പറഞ്ഞത് കേട്ടോ, നാരായണൻ പറഞ്ഞത് കേട്ടോ എന്നാ ചോദിച്ചാൽ, അല്ലാണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നല്ല. കേട്ടു. എന്താ പറഞ്ഞതാ? അല്ല രാവണൻ്റെ കഥ കഴിച്ചോളാന്നല്ലേ. ആട്ടെ, രാവണൻ്റെ കഥ എങ്ങനെയാ കഴിക്കുക? മനസ്സിലാക്കിയിട്ടില്ല. അത്രയ്ക്ക് ധാരണയില്ല. അത് എന്താ ഞാൻ പറഞ്ഞുതരാം. രാവണൻ വാങ്ങിയിട്ടുള്ള വരം എന്താന്നുള്ളത് അറിയാലോ? എന്താ രാവണൻ വാങ്ങിയിട്ടുള്ള വരം? ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. അതിന് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ എല്ലാവർക്കും അറിയാം. രാവണൻ വാങ്ങിയിട്ടുള്ള വരം മനുഷ്യന്മാരിൽ നിന്നല്ലാതെ കണ്ടുള്ള അവധ്യത്വം എന്ന് പറഞ്ഞാൽ രാവണൻ്റെ കഥ കഴിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ എന്തുണ്ട്, ഒരു മഹാവിഷ്ണുവാണെങ്കിലും രാവണനെ നിഗ്രഹിക്കണോ ആദ്യം മനുഷ്യനാവണം. മനുഷ്യനായിട്ട് ജനിച്ചാലേ അത് പറ്റുള്ളൂ. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാലത്തെ വൈഷമ്യം എന്താ? അതിനിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇതൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചതാണ്. ഇതിനെയൊക്കെ കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുന്നുണ്ട്. ആരെങ്കിലും പറയുമോ മനുഷ്യനല്ല എന്നുള്ളത്? നമുക്കതൊക്കെ മനുഷ്യനാ. അതും മനുഷ്യൻ, ഇതും മനുഷ്യൻ, ഇതും മനുഷ്യൻ, ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യനായിട്ട് ജനിച്ചാൽ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോഴാണ് തോന്നണത്. ഇത്ര കഷ്ടപ്പാട്. അയ്യോ, മനുഷ്യനാണോ പരസഹായം വേണം. എന്ത് കാര്യം സാധിക്കണമെങ്കിലും ഒരാൾ സഹായത്തിന് വേണം. അതാണ് മഹാവിഷ്ണു ആണെങ്കിലും മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യത്വേ ഉണ്ടാവുള്ളൂ. മനുഷ്യനെ കൊണ്ട് പറ്റണത് അദ്ദേഹത്തിനും പറ്റുള്ളൂ. സഹായിക്കാൻ ആളുകൾ വേണം. സഹായിക്കാൻ എങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത്? ഇതുപോലൊക്കെ ഉള്ളതായിട്ട് സഹായമാണോ ഇതിനെ കൊണ്ട് ഉപദ്രവമാണോ എന്നുള്ളത് നല്ലോണം അങ്ങോട്ട് നിശ്ചയിച്ചിട്ടില്ല. എന്താ ഉള്ളത്? സഹായിക്കാനുള്ള ആളുകളെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോവാൻ, അവിടെ രാഘവന്മാരോട് യുദ്ധത്തിന് ചെല്ലുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാനുള്ള ആളുകൾ. രാഘവന്മാരോട് യുദ്ധം ചെയ്യാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ അവരെ പോലെ തന്നെ യുദ്ധം ചെയ്യണ ആളുകളാണ് വേണ്ടത്. അതാരാ എന്നല്ലേ? വാനരന്മാർ, കുരങ്ങന്മാരുടെ കാര്യമാണ് പറയണത്. നല്ല നല്ല കുരങ്ങന്മാർ വേണം. കുരങ്ങന്മാരുണ്ടല്ലോ, നേരത്തെ തന്നെ കുരങ്ങന്മാരെ അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ലേ? ബ്രഹ്മാവിനറിയാലോ, അവിടുന്ന് സൃഷ്ടിച്ച കുരങ്ങന്മാർ ഭൂമിയിൽ ധാരാളം ഉണ്ട്. അതൊന്നും പോരാ. ഇപ്പം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള കുരങ്ങന്മാരുടെ കഥയൊക്കെ എനിക്കറിയാം. ഇതങ്ങനെയുള്ള കുരങ്ങന്മാരാ. ഈ കുരങ്ങനെ കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ പറയണത് ഇതുപോലെയുള്ള കുരങ്ങന്മാരുടെ കാര്യമല്ല, നല്ല നല്ല കുരങ്ങന്മാരുടെ കാര്യമാണ് പറയണത്. നല്ല കുരങ്ങന്മാർ വേണമെങ്കിൽ ദേവന്മാർ നിങ്ങൾ അതിന് ഉത്സാഹിക്കണം കേട്ടോ. എന്നാൽ അവനവൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് മുതൽക്ക് അനധ്യായമില്ലാതെ കണ്ട് വാനരന്മാരെ ജനിപ്പിക്കുക. അതാണ് വേണ്ടത്. കമലഭുവ നിയോഗാൽ, ബ്രഹ്മാവ് കൽപ്പിച്ചു. എന്നാ ദേവന്മാർ നിങ്ങളിനി വൈകണ്ട, ഇന്ന് മുതൽക്ക് എത്രയും കുരങ്ങന്മാരെ ജനിപ്പിക്കാൻ പറ്റുമോ അത്രയും. പോണു. കുറച്ച് താല്പര്യമുള്ള വിഷയമെന്നാണ് തോന്നുന്നത്. പറയേണ്ട താമസം. ഇതെന്തിനാ ഓടിയത്? കുരങ്ങന്മാരെ ജനിപ്പിക്കാൻ പോയതാ. വേഗം അങ്ങോട്ട് ചെല്ലുക, അവനോന് പറ്റണം അത്രയെന്നാണ് പറഞ്ഞത്. ഈ എണ്ണം വിചാരിക്കണ്ട കേട്ടോ. പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാവണ്ടോ? ഇപ്പം നമ്മുടെ ഇടയിലാണ് ഈ സന്തതികളുടെ എണ്ണം കുറയണത്. അല്ലാത്ത ആളുകളുടെ ഇടയിലൊക്കെ സന്തതികളുടെ എണ്ണം കൂടുണ്ടോ അല്ലേ? അത് തൻ്റെ ഇതുപോലെയുള്ള ഉത്സാഹമില്ലായ്മ കാരണമാണ്. ഉത്സാഹം വേണം. ഈ വിഷയത്തിൽ നല്ല ഉത്സാഹം വേണം. അത് ചില ആളുകൾക്ക് ഉത്സാഹം ഉണ്ടാവും. ഈ അങ്ങേപ്പുറത്ത് നോക്കരുത്, അതാ വിഷമം. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചധികം ഉത്സാഹമുള്ളതാണ്. അപ്പോൾ ആ പിന്നിലിരിക്കുന്ന ആളെ നോക്കുക. അതിനാണ് ജനിച്ചപ്പോഴേ ഉത്സാഹമില്ല. അപ്പോൾ എന്തുണ്ടാ
അയാൾ എത്ര എണ്ണം സൃഷ്ടിച്ചെന്ന് നോക്കിയിട്ടാണ് ഇയാൾ സൃഷ്ടിക്കുക. അത് നോക്കരുത്. അവനോനെ കൊണ്ട് എത്രയും പറ്റുമോ അത്രേ സൃഷ്ടിച്ചോളാം. അങ്ങനെ ആവുമ്പോഴേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. കമലഭുവ നിയോഗാൽ ഇങ്ങനെ ബ്രഹ്മാവ് അങ്ങോട്ട് കൽപ്പിച്ചപ്പോ ദേവന്മാരെന്ത് ചെയ്തു? വാനരാന ജനയൻ വാനരന്മാരെ ജനിപ്പിച്ചു. അനവധി കുരങ്ങന്മാർ, ഒന്നും രണ്ടല്ല, ധാരാളം. ഇത് എവിടെയാ ജനിപ്പിച്ചത്? ഈ ദേവന്മാർ ജനിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ ഒരാളിങ്ങനെ കയ്യും കെട്ടിയിരുന്ന സന്തതി ഉണ്ടാവുമോ? അത് പ്രസവിക്കാനുള്ള ആൾ വേണ്ടേ? എവിടെയാ ആരാ പ്രസവിച്ചത്? ജനിപ്പിച്ച പാത്രം ഏതാ? ദേവാംഗനകളിൽ ദേവസ്ത്രീകളിൽ അവനോൻ്റെ ഭാര്യമാരനെയാ, വേറെ എവിടേക്കല്ല പോയത്. ആദ്യം കേട്ടപ്പോൾ വേറെ ഏതോ വഴിക്ക് പോയി, അവസാനം അവനോൻ്റെ അവിടെ തന്നെ വന്നു. ആദ്യം അയാൾ മനസ്സിലാക്കിയിട്ടില്ല വേറെ എവിടേക്കാണ് പോയത്. അല്ലല്ല, ഇവിടെ തന്നെയാണ് വേണ്ടത്. ഇവിടെ ദേവസ്ത്രീകളുണ്ട്, അവനോൻ്റെ ഭാര്യമാർ, അല്ലാണ്ട് വേറെ എങ്ങോട്ടും പോകണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൗകര്യം എന്ന് വിചാരിച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാം, അത് വേണ്ട. അവനോൻ്റെ ഭാര്യമാരിൽ തന്നെ ജനിപ്പിക്കാം. അപ്പോൾ അതിന് ദേവന്മാർ നേരെ സ്വർഗത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഈ ദേവസ്ത്രീകൾ അവരെ കാത്തും കൊണ്ട് നിൽക്കണ്ട. ഇവരുടെ ഭാര്യമാർ 30 കോടി ദേവന്മാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഭാര്യമാരുണ്ട്. അവരിങ്ങനെ ഭർത്താക്കന്മാരെ കാത്തു നിൽക്കുക. അവർക്കും ഉണ്ട് പരിഭ്രമം. എൻ്റെ ഈ പരിഭ്രമം വെച്ചാൽ ദേവസ്ത്രീകൾക്ക് എങ്ങനെയെങ്കിലും രാവണൻ്റെ കഥ കഴിഞ്ഞ് കിട്ടണമെന്നാ. രാവണനെ കൊണ്ടുള്ള ഉപദ്രവം ദേവന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഉണ്ട്. എന്താ ഉപദ്രവം വെച്ചാൽ രാവണൻ സൈന്യങ്ങളെ കൂട്ടി ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിനായിട്ട് സ്വർഗത്തിലേക്ക് വരും. യുദ്ധത്തിന് വന്ന സ്വർഗത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും. ദേവന്മാരെ യുദ്ധത്തിന് വിളിക്കും. യുദ്ധം അങ്ങോട്ട് തുടങ്ങി ദേവന്മാരെ അവിടുന്ന് യുദ്ധം ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ രാവണനും രാക്ഷസന്മാരും കൂടി സ്വർഗത്തിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലും. കയറി ചെന്നിട്ട് എന്താ ചെയ്യാച്ചാൽ അവിടെ നല്ല നല്ല സാധനങ്ങൾ പലതും ഉണ്ട്. ഈ നല്ല സാധനങ്ങൾ അപഹരിച്ച് അവനോൻ്റെ അവിടെ കൊണ്ടുപോവാം. ഇതാണ് അവരുടെ പ്രവൃത്തി. അപ്പോൾ എന്താ ചെയ്യാച്ചാൽ നേരെ സ്വർഗത്തിൻ്റെ അകത്തേക്കാണ് പോവുക. അവിടെ ചെന്നാൽ തനിക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് എടുത്തോണം കേട്ടോ. ഇവിടെ നല്ല സാധനങ്ങൾ പലതും ഉണ്ട്, അതാ നല്ലതാ. ഇയാൾ എങ്ങടാ പോണതാ? എവിടേക്കാ? അല്ല, സ്ത്രീകൾ ഇരിക്കണ ഭാഗത്തേക്കാണ് പോണത്. അവിടെ എന്താ കാര്യം വെച്ചാൽ അവിടെ ഈ അപ്സരസുകളൊക്കെ ഉണ്ട്. ആ രാക്ഷസി ഒന്ന് മാറ്റണം എന്ന് കുറച്ചു കാലമായിട്ട് വിചാരിക്കണുണ്ട് അല്ലേ? അതാണ് ആ മോഹം കണ്ടറിയാം. ഇന്ന് ഇവിടെ വന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അയാൾക്ക് ഇപ്പോൾ ഒരു രാക്ഷസി ഉണ്ട്, അത് കുറേ കാലമായി. അതിനെ മാറ്റിയിട്ട് പുതിയ ഒരെണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോവാം. അവിടെ ശരിയാ. ചെല്ലുമ്പോൾ ദേവസ്ത്രീകൾ അപ്സരസുകളൊക്കെ ഉണ്ട് അവിടെ. ഈ അപ്സരസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കുറേ പഴയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പഴയതൊന്നും വേണ്ട, കൊണ്ടുപോവുകയാണെങ്കിൽ പുതിയത് മതി കേട്ടോ. അവിടെ നോക്കാം, അവിടെ ഒരു 3-4 ഇരിക്കേണ്ട പുതിയതാണ്. അതിന്ന് പിടിക്കാം. ഈ ദേവസ്ത്രീകളൊക്കെ പിടിച്ച് വലിച്ച് തലമുടിക്ക് പിടിച്ച് വലിച്ചാൽ കൊണ്ടുപോകണത്. ഇവരെ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ അപഹരിച്ച് കൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുചെന്ന് ഇവരെ ഉപദ്രവിക്കുക, കാരാഗ്രഹത്തിലിടുക. ഇങ്ങനെ പല ദണ്ഡിപ്പിക്കലുണ്ടെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇവർക്കൊന്ന് പാട്ട് പാടണം, കൈകൊട്ടി കളിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. ദേവസ്ത്രീകളല്ലേ, അങ്ങനെ ഒരു ശബ്ദം സ്വർഗത്തിൽ പാട്ട് പാടുന്ന ശബ്ദം കേട്ടാൽ അപ്പം കയറി വരും. എന്തിനാ ഇപ്പം ഇയാളെ ഇങ്ങോട്ട് കയറ്റി വരുന്നത്? അതാ വരുന്നു രാവണൻ. ഒരാളല്ല, അനവധി രാക്ഷസന്മാരുണ്ട്. അയ്യോ, ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ടായിട്ട് ദേവസ്ത്രീകളുടെ പ്രാർത്ഥന, ഈ മഹാഭാവിയുടെ കഥ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാർ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ ഇവർ നോക്കി നിൽക്കണ്ട, എടീ ഇവിടെ വാ, നീ ഒന്ന് പോയി നോക്ക, നമ്മുടെ ആളുകൾ വരുന്നുണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് വാ, ഒന്ന് നോക്കാം. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവരൊക്കെ അതാ വന്നു. ആട്ടെ, എന്തായി? ഭഗവാനെ കണ്ടോ? ഓ, കണ്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞാൽ ഭഗവാനൊക്കെ സമ്മതിച്ചു. അല്ല, രാവണന്റെ കഥ കഴിക്കാന്ന് ഓ, അതൊക്കെ ആവാന്ന് പറഞ്ഞിട്ട ഹാവു ദൈവാധീനായി, രക്ഷപ്പെട്ടൂല്ലോ. ഭഗവാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ചില പ്രയത്നമൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും പ്രയത്നിക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്നാ പറയാം. വേറൊന്നല്ല, ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അനവധി ആളുകൾ വേണം. വേറെ ആരുമല്ല, കുരങ്ങന്മാരാ വേണ്ടത്. ഈ വേണ്ട കുരങ്ങന്മാരെ മുഴുവൻ സൃഷ്ടിക്കേണ്ട ഭാരം നമ്മുടെയാണ്. എന്താ പറഞ്ഞത്? കുരങ്ങന്മാരെ സൃഷ്ടിക്കണം എന്നാ.
ആര്? നമ്മളോ? അപ്പം ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രസവിക്കുക ആരാ? അത് നിങ്ങളല്ലേ, സ്ത്രീകളല്ലേ എല്ലായിടത്തും പ്രസവിക്കുക. അല്ലാണ്ട് അത് മാറി തുടങ്ങിയില്ല. ഉണ്ടോ? ഈ വയറ് കണ്ടിട്ട് അല്ല, അതല്ല, അതിൻ്റെ അല്ല. പുരുഷന്മാർ പ്രസവിക്കാറില്ല. ഓ, ഉണ്ടോ? അല്ല, ഇനി ഒക്കെ ഒപ്പാക്കണോണ്ടാണ് ചോദിക്കുന്നത്. പകുതി അവർക്കാ, പകുതി ഇവർക്കാ. ആദ്യത്തേത് അവൾ പ്രസവിക്കുക, എന്നാൽ അടുത്തത് താ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. എല്ലാ സ്ഥലത്തും സ്ത്രീകൾ തന്നെയാണ് പ്രസവിക്കുക. അതറിയാലോ അല്ലേ? അപ്പം ഞങ്ങൾ വേണോ ഈ കുരങ്ങന്മാരെ പ്രസവിക്കാൻ? അതെ. എന്നാ പറ്റില്ല. എന്ത് പറ്റില്ലാണ്? പ്രസവിക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഭഗവാന്റെ ആവശ്യമാണ്. ഭഗവാന്റെ ആവശ്യമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോളൂ, ഞങ്ങൾക്ക് പറ്റില്ല. ഏത് ഭഗവാന്റെ ആവശ്യമാണെങ്കിൽ ഇനി പ്രസവിച്ചിട്ടുള്ള സഹായമൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതിനെ തന്നെ പ്രസവിച്ചതിൻ്റെ വിഷമം അറിയാം. അതുമല്ല ഇവിടെ അറിയോ, ഈ കാലും പറപ്പിച്ചിരിക്കൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. 10 മാസം വയറിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുക. അതെന്താ? ഇതിനെ ഇതുപോലുള്ളതിനൊക്കെയാണ് കൊണ്ട് നടക്കണതേ. ഇതൊക്കെ അവിടെ കടന്ന 10 മാസം തെണ്ണിച്ച് പ്രസവിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കയ്യും കെട്ടി ഈ ഇരിപ്പല്ലേ ഉണ്ടായിട്ടുള്ളൂ. സ്ത്രീകൾ അനുഭവിക്കണ വിഷമം പുരുഷന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ലോകോപകാരത്തിനാ. എന്ത് ലോകോപകാരം? ഇതൊക്കെ ഞങ്ങൾക്ക് ഉപദ്രവമാവുക. ഈ കുരങ്ങനൊക്കെ എവിടെയെങ്കിലും ചെല്ലും, ഈ കുരങ്ങനെ ഓരോന്ന് കാട്ടും അവിടെ എവിടെയും പോയിട്ട്. എന്നിട്ട് നാളെ ഞങ്ങൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോഴാ, അതെ കുരങ്ങൻ്റെ അമ്മയല്ലേ, അതാ കുരങ്ങൻ്റെ അമ്മ, കുരങ്ങൻ്റെ അമ്മ ഇവിടെ 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 ഈ കുരങ്ങൻ്റെ അമ്മ എന്നുള്ള വിളി ഞങ്ങൾ കേൾക്കണ്ടേ? ഞങ്ങൾക്ക് പറ്റില്ല. അത് പറഞ്ഞ നേരെ. ഈ 10 മാസം തെണ്ണിച്ച് പ്രസവിക്കണ ഒരു അമ്മയുടെ മനസ്സ്, ആ വേദന മുഴുവൻ മാറണത് എപ്പോഴാ? പ്രസവിച്ച ശിശുവിനെ എടുത്ത് അയാൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോഴാ. അതിൻ്റെ മുഖം ഇങ്ങോട്ട് കാണുമ്പോൾ എൻ്റെ ഉണ്ണി എന്ന് തോന്നുമ്പോഴാണ് ആ സങ്കടം മുഴുവൻ മാറുക, വിഷമമൊക്കെ മാറുക. ആ സ്ഥാനത്ത് ഞങ്ങൾ ഈ പ്രസവിക്കണത് ഈ കുരങ്ങന്മാരെ. എന്നിട്ട് അതിനെ എടുത്ത് അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാ അയ്യോ കുരങ്ങൻ. ആ പ്രസവിച്ച അമ്മയ്ക്ക് സങ്കടം വർദ്ധിക്കല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. ദേവസ്ത്രീകൾ സമ്മതിച്ചില്ല. ദേവന്മാർ പലതും പറഞ്ഞു നോക്കണ്ട, അനുനയിപ്പിക്കാൻ ശ്രമിക്കണു. എന്നിട്ടും ദേവസ്ത്രീകൾ സമ്മതിക്കണില്ല. സമ്മതിക്കാണ്ട വന്നപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? ദേവാംഗനാസു വാനരാൻ പ്രസഭം അജനയൻ. പ്രസഭമായിട്ടെന്ന് പറഞ്ഞാൽ ബലായിട്ട്, അവരുടെ സമ്മതം ഇല്ലാണ്ട് ജനിപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം തുടങ്ങിയതല്ല എന്ന് മനസ്സിലായില്ലേ? അതാണ് മുടങ്ങാണ്ട് നടക്കണത്. ഈ ഗുരുത്തമുള്ള ആളുകൾ എന്തെങ്കിലും തുടങ്ങി അത് ഒരു കാലത്ത് മുടങ്ങാറില്ല എന്ന് പറയാറുണ്ട്. ദേവന്മാർ അവിടുന്ന് തുടങ്ങിയതാ. അന്ന് മുതൽക്ക് ഇന്നും അതുണ്ട്. ദേവന്മാർ അനവധി വാനരന്മാരെ ദേവസ്ത്രീകളിൽ ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിച്ച് 1 2 അല്ല, കോടിക്കണക്കിന് വാനരന്മാർ. എല്ലാം ഒരുപോലെയാണോ? ദേവന്മാരുടെ സന്തതികളാ. ദേവന്മാരെന്ന് പറഞ്ഞാൽ ശ്രീമാന്മാര്. വെളുത്ത തടിച്ച മുഖത്തേക്കൊക്കെ നോക്കുക. അതിൻ്റെ അടുത്തിരിക്കണതൊക്കെ ഇതാ കുരങ്ങ. ആ മുഖവും ഈ മുഖവും തമ്മിൽ നല്ല മാറ്റം ഉണ്ട് അല്ലേ? ദേവന്മാരുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ ശ്രീമാന്മാരാ. മറ്റേൻ്റെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉഗ്രദംഷ്ടാകരാളന്മാർ, വലിയ ദംഷ്ടകളോട് കൂടിയിട്ടുള്ള അതിഭയങ്കരന്മാരായിട്ടുള്ള വാനരന്മാർ. ഓരോ കുരങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് പേടിയാവുക. പട്ടുകൂറ്റന്മാര്, വലിയ ദംഷ്ട, വട്ട കണ്ണ്, കൂർത്ത ചെവി, ദേഹാസകലം രോമം, പട്ടുകൂറ്റന്മാര്, പർവ്വതാകാരന്മാരായിട്ടുള്ള കുരങ്ങന്മാര് അനവധി ഉണ്ടായി. ഞാൻ അനവധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉള്ളതൊക്കെ നല്ലോണം ചെലുത്തണതാ. അപ്പോൾ ഇതിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിരുത്തി ആരെങ്കിലും കാണാണ്ട പോവും. ഒരു വിഷമമില്ല. ഉണ്ടാ നോക്കാം ആ ഇരിക്കണ ഇരിപ്പ. അദ്ദേഹത്തിന് ഇത് പാകല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇരിക്കണ ഉപകരണം കുറേ കൂടി വലിപ്പമുള്ളത് വേണം. ഇതിനൊക്കെ കൂറ്റന്മാരൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല വലിപ്പമുള്ളത് വേണം. അങ്ങനെയുള്ള പട്ടുകൂറ്റന്മാരൊക്കെ പല ദിക്കിലുണ്ടാവും. ഇതിനൊക്കെ കണ്ടാൽ മോശമാണോ? നോക്കാം, വലിയ വയറ, വലിയ തല. അതിൻ്റെ അടുത്തിരിക്കണവൻ അത്രയൊന്നുമില്ല. പക്ഷെ അവന് വേണമെന്ന് നിരീച്ചാൽ ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടും. മറ്റവൻ എണ്ണീട്ടാൽ നടക്കാൻ കൂടി പറ്റില്ല. ഈ ശരീരവലിപ്പം മാത്രമേ ഉള്ളൂ. വേറൊരാൾ പിടിച്ചിട്ട് വേണം അവിടുന്ന് നടക്കാൻ. അങ്ങനെയുള്ള കൂറ്റന്മാരൊക്കെ അനവധി. ഈ വലിപ്പത്തിലൊന്നും കാര്യമില്ല കേട്ടോ. ശരീരബലം, ശരീരത്തിൻ്റെ ഓജസ് എത്ര ഉണ്ടെന്നാ. അതിബലവാന്മാരായിട്ടുള്ള വാനരന്മാർ, അതിശക്തന്മാരാ. എത്രയുണ്ട് അവരുടെ ശക്തി? ലീലാതുലിത കുലഗിരികൾ. നേരം പോക്കായിട്ട് കുലപർവ്വതങ്ങളെ എടുത്ത് അമ്മാനാടി കളിക്കുക.
മഹാപർവ്വതങ്ങളെ കടയോടുകൂടി എടുക്കുക, എറിഞ്ഞു പിടിക്കുക, അമ്മാനാടി കളിക്കുക. അത്ര ശക്തന്മാരാ. ഇങ്ങനെ അനവധി വാനരന്മാരാ. അച്ഛഭല്ലാൻ ഗോലാങ്കൂലാൻ വാനരാൻ അച്ഛഭല്ലന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ കരടിക്കുരങ്ങന്മാരാ. ഇതൊക്കെ അതിൽ പെട്ടത്. അതിൻ്റെ മുഖത്ത് നോക്കിയാൽ കരടിക്കുരങ്ങനാ. മറ്റത് മൊച്ചക്കുരങ്ങൻ, പാണ്ടൻ കുരങ്ങൻ, അതേപോലെ വാലിൽ വ്യത്യാസമുള്ളത്, വാലിന് നീളം കൂടിയത്, നീളം കുറഞ്ഞത്, ഇങ്ങനെ നാനാതരത്തിലുണ്ടായി കഴിഞ്ഞപ്പോൾ അനവധി ഉണ്ട് ശക്തന്മാരുവാ. നിയന്ത്രണത്തിന് ആൾ വേണം. ഏത് വംശമായിക്കോട്ടെ, രാജാവില്ല, അരാജകത്വം കൊണ്ട് വംശം നശിക്കും. അതുകൊണ്ടാണ് രാജാവ് വേണം എന്ന് പറയണത്. ഇവിടെ രാജാവേ ഇല്ല. രാജാവില്ലാതിൻ്റെ ശേഷമാണ് ഈ നാശമൊക്കെ ഉണ്ടായത്. രാജാവാണ് ഏറ്റവും പ്രധാനം. ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും രാജാവായിട്ട് ആരെങ്കിലും ഉണ്ടായോ എന്നാണെങ്കിൽ ബാലി അമേഷാം ഈശിത അഭൂൽ. ബാലി എന്ന പേരുള്ളൊരു വാനരം ഇവരുടെ എല്ലാവരുടെയും ഈശിതാവായിട്ട് ഭവിച്ചു. ബാലിയാണ് വാനരന്മാരുടെ രാജാവായി തീർന്നത്. ആരാ ഈ ബാലി? ബാക്കിയുള്ളതൊക്കെ ദേവന്മാർക്ക് ദേവസ്ത്രീകളിൽ ജനിച്ച സന്തതികളാണ്. ബാലി ആരാ എന്നാണെങ്കിൽ ശക്രസൂനുവാണ്. ദേവേന്ദ്രൻ്റെ പുത്രൻ, ദേവശ്രേഷ്ഠനായിട്ടുള്ള ഇന്ദ്രൻ്റെ മകൻ. ഇന്ദ്രന് അങ്ങനെ ഒരു സന്തതി ഉണ്ടായിരുന്നു. അതെപ്പോൾ ജനിച്ചു? ബാക്കിയുള്ളതൊക്കെ ദേവസ്ത്രീകളിൽ ജനിച്ചതല്ലേ? അതെ. ദേവേന്ദ്രൻ എങ്ങനെയാ ഈ വാനര സന്തതി ഉണ്ടായത് വെച്ചാൽ അനവധി കാലങ്ങൾക്ക് മുമ്പ് ഒരു ബ്രഹ്മപ്രളയം ഉണ്ടായി. ബ്രഹ്മപ്രളയം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് അവസാനിക്കുന്ന സമയം. ബ്രഹ്മാവിന് ആയുസ് ഉണ്ട് അല്ലേ? നമുക്കൊക്കെ ആയുസ് എഴുതണ ആൾ അദ്ദേഹമാണ് കേട്ടോ. ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ഇത്ര മറ്റേ ആൾ ഇത്ര എന്നൊക്കെ അദ്ദേഹം നിശ്ചയിക്കുക. ആ ബ്രഹ്മാവിനും ആയുസുണ്ട്. ഒരു ബ്രഹ്മപ്രളയത്തോടു കൂടി ഒരു ബ്രഹ്മാവ് കഴിയും, പിന്നെ അടുത്ത ബ്രഹ്മാവ് വരും. ഭഗവാൻ ശ്രീനാരായണൻ്റെ നാഭീപത്മത്തിങ്കൽ നിന്ന് ഒരു ബ്രഹ്മാവ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി എൻ്റെ ധർമ്മം പ്രപഞ്ച സൃഷ്ടിയാണ്, ഞാനാണ് പ്രപഞ്ചത്തിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കേണ്ട ആളാണ്. അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സൃഷ്ടിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ലോകത്തിന് ആവശ്യമുള്ളതൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ച് അനവധി കാലം കൊണ്ട് ലോകത്തിനുള്ളത് വേണ്ടത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വിശ്രമമില്ലാണ്ട് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി, ഒരറ്റത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആരായാലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നോക്കും അല്ലേ, നന്നായിട്ടുണ്ടോ നോക്കാം. ഓരോന്നിനെ ഉണ്ടാക്കിയതിനെയൊക്കെ നോക്കുക. ഇതൊക്കെ ആദ്യം ഉണ്ടാക്കിയതാ, ഏറ്റവും പഴയത് കണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ പഴയ തന്നെയാണ് നല്ലതെന്ന്. ആപ്പിളും ചിലതുണ്ട് ഈ ആദ്യം ഉണ്ടാക്കി ശീലമായിട്ടില്ല, അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു പന്തില്ല സുഖമില്ലായി ഉണ്ടാവും. എന്നാ നോക്കാം, ഇത് ആദ്യം ഉണ്ടാക്കി തന്നെയാണ് നല്ലത്. പിന്നെ ഉണ്ടാക്കിയതിനെയൊക്കെ ഇതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാ. അയ്യോ, തരക്കെടൊന്നുമില്ല. ആ പാത്രത്തിൽ ഉണ്ടായിരുന്നതൊക്കെ വടിച്ച് തുടച്ചുണ്ടാക്കിയത് അത് അത്രേ ഉള്ളൂ. അത് ഓരോന്നിനെയൊക്കെ ഇങ്ങനെ നോക്കി അദ്ദേഹത്തിന് തന്നെ അഭിമാനമായി, ഞാനാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞാനില്ലായിരുന്നു വെച്ചാൽ ഇത് വല്ലതും ഇവിടെ ഉണ്ടാവുമോ? ഞാൻ സൃഷ്ടിക്കണോണ്ടല്ലേ ലോകത്ത് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനാണ് ലോകത്തിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കേമനും ഞാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ഞാനാ കേമെന്ന് ആരാപ്പ പറഞ്ഞത്? ഞാൻ തന്നെയാണ്. അത് സുഖമില്ല. ഞാൻ കേമനാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു നടക്കുക. അങ്ങനെ ആളുകളില്ല എന്നല്ല, അങ്ങനെ പറയണവരുണ്ട്. ഞാനാണോ കേട്ടോ ഏറ്റവും കേമൻ എന്ന് പറയണവരുണ്ട്. അതല്ല സുഖം. ഞാൻ കേമനാണെന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുക. അപ്പം അത് ഏതെങ്കിലും ഒരു വിദ്വാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നല്ല നല്ല ആളുകൾ പറയണം. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ച് എന്നാൽ മഹാവിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് ഉറപ്പിച്ച് മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടി നേരെ വൈകുണ്ഠത്തിലേക്ക് വന്നു. പിന്നെ മഹാവിഷ്ണു അവിടെ ശയ്യയുടെ മുകളിൽ കിടക്കുമ്പോഴാ ബ്രഹ്മാവല്ലേ അത്, ഇതെന്താ പതിവില്ലാണ്ട് അങ്ങോട്ട് ഒരു വരവ്, എന്തോ ഒരു കാര്യം ഉണ്ടാവും. വേഗം അദ്ദേഹത്തെ സൽക്കരിച്ച് അവിടെ ഇരുത്തി. ബ്രഹ്മൻ എന്താ വന്നതാ? അതാ നാരായണ, എനിക്കൊരാവശ്യം ഉണ്ടാ. ഓ പറഞ്ഞോളൂ, എന്താ ആവശ്യം? വേറൊന്നുമല്ല, ഞാൻ നാരായണൻ ശിവൻ അല്ലേ, നമ്മൾ മൂന്നാളല്ലേ പ്രധാനപ്പെട്ട ത്രിമൂർത്തികളെന്നല്ലേ നമ്മളെ പറയുക. അപ്പം നാരായണ, നമ്മൾ മൂന്നാളുടെ ഇടയിൽ ഏറ്റവും കേമൻ ആരാ? ഞാനാണോ, നാരായണനാണോ, ശിവനാണോ? ആരാ കേമൻ? എന്താ ബ്രഹ്മൻ അങ്ങനെ ഒരു സംശയം? നമ്മൾ മൂന്നാളും പ്രധാനപ്പെട്ടവരല്ലേ. ബ്രഹ്മാവ് സൃഷ്ടിക്കണു, ഞാൻ സംരക്ഷിക്കണു, ശ്രീപരമേശ്വരൻ സംഹരിക്കണു. ഓരോരുത്തരും അവനവൻ്റെ ധർമ്മം ചെയ്യണു.
ധർമ്മം അനുഷ്ഠിക്കണ ആളുകളെല്ലാവരും നല്ല ആളുകൾ തന്നെയാണ്. അല്ല നാരായണ, ഞാനതല്ല പറയണത്. നമ്മളുടെ ഇടയിൽ കുറച്ച് വൈഭവം കൂടുക കേമത്വം കൂടുക അതങ്ങനെയൊന്നുമില്ല. എല്ലാവരും സമന്മാരല്ലേ? അല്ല നാരായണ, അത് ഞാൻ സമ്മതിക്കില്ല. നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് കുറച്ച് കേമത്വം അധികം ഉണ്ട്. ആർക്കാ? ഞാൻ പറയണോ? ബ്രഹ്മൻ തന്നെ പറഞ്ഞോളൂ. ആർക്കാ അധികം എന്ന് പറയാം. നാരായണ കേട്ടോളൂ. നമ്മളുടെ ഇടയിലെന്നല്ല, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കേമൻ വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാ. ആര്? ബ്രഹ്മനോ? അതെന്താ അങ്ങനെ അങ്ങോട്ട് തോന്നാൻ? അല്ല, അത് തോന്നിയത് വേറെ ഒന്നല്ല നാരായണ, ഞാനല്ലേ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. ഉണ്ടാക്കണ ആളല്ലേ കേമൻ. എന്തും സൃഷ്ടിക്കണ ആളുകളാ കേമന്മാര്. ഞാൻ സൃഷ്ടിക്കണതിനെയൊക്കെ ബഹുമാനിക്കണം, ഉണ്ടാക്കണതിനെയൊക്കെ ഞാൻ ബഹുമാനിക്കണുണ്ടില്ല എന്നല്ല. പക്ഷേ ഒരു സംശയം ഉണ്ടാ, ബ്രഹ്മൻ ഈ സൃഷ്ടിക്കലേ ഉള്ളൂ. ഇതിനെയൊക്കെ സംരക്ഷിക്കണ ആളാരാ? ഞാനല്ലേ. സൃഷ്ടിക്കണ ആൾക്ക് ഉണ്ടാക്കണതോടുകൂടി അതിൻ്റെ അധ്വാനം കഴിഞ്ഞു അല്ലേ? സംരക്ഷിക്കണവനോ? ഇതൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കിയപ്പോൾ ഇരുന്നിരുന്നത്? സംരക്ഷിച്ചോണ്ടല്ലേ ഇതൊക്കെ ഓരോന്നിനും ഓരോ തരത്തിൽ കാണുന്നത്. എന്നുണ്ടാക്കി വെച്ചതാ കണ്ടോ? ഇതിനെയൊക്കെ സംരക്ഷിക്കാനേ അധ്വാനം, സൃഷ്ടിക്കാൻ അത്ര അധ്വാനം ഇല്ല. സംരക്ഷണം എത്ര കാലം വേണം? നാരായണ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സൃഷ്ടിക്കുമ്പോഴല്ലേ സംരക്ഷണം വേണ്ടു. അതെ, സൃഷ്ടിക്കുമ്പോൾ മതി സംരക്ഷണം. പക്ഷെ സംരക്ഷിച്ചാലല്ലേ സൃഷ്ടി കൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല നാരായണ. സൃഷ്ടി ഇല്ലെങ്കിൽ പിന്നെ സംരക്ഷണം ഇല്ലല്ലോ. ബ്രഹ്മൻ സംരക്ഷണം ഇല്ലാത്ത സൃഷ്ടി കൊണ്ട് ഗുണമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല നാരായണ. സൃഷ്ടി തന്നെയാ കേമം, അല്ല സംരക്ഷണ കേമം. എതിര് പറയണു മഹാകേമന്മാരാ, വലിയ വലിയ ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാദപ്രതിവാദം അങ്ങോട്ട് കലശലായി. അല്ലെങ്കിൽ ഈ കേമന്മാർ തമ്മിൽ വാദപ്രതിവാദം തുടങ്ങിയ അവസാനിക്കാൻ വിഷമ. കോപം അങ്ങോട്ട് കലശലായപ്പോൾ ബ്രഹ്മാവ് ഇരിക്കണ നിൽക്കുന്ന ചാടി എണീട്ട് ബ്രഹ്മാസ്ത്രം മഹാവിഷ്ണുവിൻ്റെ നേർക്കം അങ്ങോട്ട് തൊടുത്തു. നാരായണ, ആരാ കേമെന്ന് ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാസ്ത്രം തൊടുത്തപ്പോൾ മഹാവിഷ്ണു നാരായണാസ്ത്രം ബ്രഹ്മാവിൻ്റെ നേർക്കം അങ്ങോട്ട് തൊടുത്തു. രണ്ടുപേരും അവിടെ വലിച്ചു പിടിച്ചു. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ ലോകം മുഴുവൻ അവസാനിക്കും. പെട്ടെന്ന് രണ്ടാളുടെയും മധ്യത്തിലായിട്ടൊരു തേജസ് അങ്ങോട്ട് പ്രത്യക്ഷമായി. ആ തേജസ് പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, ഒരശരീരി ഉണ്ടായി. ആരാണോ ഈ തേജസ്സിൻ്റെ ഒരഗ്രം ആദ്യം കണ്ടുവരണ ആള്, അയാളാണ് കേമൻ. ഇത് കേട്ട ഉടനെ ബ്രഹ്മാവിന് ഉത്സാഹമായി. തേജസ്സിൻ്റെ അറ്റം കാണുന്ന ആളാണ് കേമൻ അല്ലേ? നാരായണ, ഞാൻ മുകളിലത്തെ അറ്റം കാണാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തേജസ്സിൻ്റെ മുകളിലത്തെ അറ്റം കാണാനായിട്ട് അതിവേഗം എടുത്ത് പുറപ്പെട്ടു. യാത്ര ചെയ്ത് അനവധി കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം കാണുന്നില്ല. അറ്റം കാണാണ്ടായപ്പോൾ ബ്രഹ്മാവിന് കുറേശ്ശെ സംശയമായി. ഇത് അറ്റമില്ലാത്തതാണോ? അങ്ങനെ ഉണ്ട്, ചിലത് അറ്റമില്ലാത്തതുണ്ട്. അന്തമില്ലാത്തതെന്നൊക്കെയാണ് പറയുക. അന്തേ ഇല്ലാത്തത് ചിലതുണ്ടല്ലേ. അന്തം കമ്മിയല്ല കേട്ടോ. ഈ അന്തം കമ്മി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അന്തം ഉണ്ടാവും. ഇതല്ല, അന്തേ ഇല്ലാത്ത ചിലതുണ്ട്. അങ്ങനെ വലുതാണോ? കുറേ കൂടി മുകളിലേക്ക് പോയി. അങ്ങനെ കുറേ കൂടി മുകളിലേക്ക് പോയിട്ട് ഇതിൻ്റെ അറ്റം കാണില്ല. അപ്പോഴാണ് ഒരു സാധനം ഇങ്ങോട്ട് വരുന്നു. ഇതെന്താ ഇങ്ങോട്ട് വരണത്? ഒരു പൂവല്ലേ വരണത്? നല്ലൊരു പൂവ. വേഗം അതിൻ്റെ അടുത്ത് ചെന്ന് പൂവരുതാ അവിടേക്ക്. അതെ, എവിടുന്നാ വരണതാ? ഞാനിതിൻ്റെ മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് വരിക. അല്ല, അത് മനസ്സിലായി, കീഴ്പ്പെട്ടാ വരണതാന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഏത് സ്ഥലത്തുനിന്നാ വരണത്? അത് ഞാനിതിൻ്റെ അറ്റത്തുനിന്നാ. ആണോ? ആട്ടെ, എത്ര കാലമായി അവിടുന്ന് പുറപ്പെട്ടിട്ടാ? അത് ഞാൻ പുറപ്പെട്ടിട്ട് അങ്ങനെ ഒന്ന് കണക്കാക്കി നോക്കിയാൽ ഒരു 2 ബ്രഹ്മപ്രളയം കഴിഞ്ഞിട്ടുണ്ടാവണം. അത് കേട്ടപ്പോഴാണ് ബ്രഹ്മാവിന് അതിൻ്റെ അപകടം മനസ്സിലായത്. 2 ബ്രഹ്മപ്രളയം! ഈശ്വര, ഒരു ബ്രഹ്മപ്രളയം വരെ എൻ്റെ ആയുസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്രഹ്മാവാ. അപ്പോൾ എൻ്റെ നല്ല കാലത്ത് ഇതിൻ്റെ അവസാനം കാണാൻ പറ്റില്ല. അയ്യോ, എന്താ ചെയ്യുക? വേഗം ബ്രഹ്മാവിനൊരു ഉപായം തോന്നി. അതെ, പൂവാ, ഞാനും നിൻ്റെ കൂടെ കീഴ്പ്പെട്ട് വരാം. ഞാൻ വേണച്ചാ നിന്നെ കയ്യിലെടുത്ത് കൊണ്ടുപോകാം. എൻ്റെ കയ്യിലിരുന്നോളൂ. ഞാൻ കയ്യിലിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്നെ തൊട്ടും കൊണ്ട് അസത്യം പറയരുത് കേട്ടോ. ഞാൻ അസത്യമൊന്നും പറയില്ല. ബ്രഹ്മാവ് പൂവിനെ കയ്യിലെടുത്തു. എവിടുന്നാണോ യാത്ര ആരംഭിച്ചത് അവിടെ വന്നു. അവിടെ എത്തിയപ്പോൾ മഹാവിഷ്ണു എങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുക. അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ അറ്റം കാണാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ ഇരിക്കണം.
അപ്പോഴാണ് ബ്രഹ്മാവ് അവിടെ എത്തിയതോടുകൂടി ആ തേജസ് അങ്ങോട്ട് സ്വരൂപം സ്വീകരിച്ചു. ആ തേജസ് വേറെ ആരുമായിരുന്നില്ല, ഭഗവാൻ, ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ. ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് ആരെ ഇപ്പം അറ്റം കാണാൻ പോയത്? ബ്രഹ്മാവല്ലേ? അതെ, ഞാനാണ്. എന്നിട്ട് എന്തായി, കണ്ടുവോ എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് വേഗം ആ കയ്യിലുണ്ടായിരുന്ന പൂവ്, ദാ പരമേശ്വര, ഇതെന്താ? അറ്റത്തുണ്ടായിരുന്ന പൂവാണ്. അപ്പോൾ ബ്രഹ്മൻ അറ്റം കണ്ടുവോ? അല്ല, അറ്റത്തുള്ള പൂവല്ലേ എൻ്റെ കയ്യിലിരിക്കണത്. അതെനിക്ക് മനസ്സിലായി, ഈ പൂവ് അറ്റത്തുള്ള തന്നെയാണ്. ബ്രഹ്മൻ അറ്റം കണ്ടുവോന്ന്. അല്ല പരമേശ്വര, പൂവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അറ്റത്തുള്ള പൂവാണല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നതാണ്, ബ്രഹ്മൻ അഗ്രം കണ്ടുവോ? അല്ല, അതല്ലേ പൂവ് എൻ്റെ കയ്യിലിരിക്കണത്, അത് അറ്റത്തുണ്ടായിരുന്നതാ. ചോദിക്കണേന് സമാധാനം പറയേ. താൻ ബ്രഹ്മാവ് അഗ്രം കണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ ഈ അറ്റത്തുള്ള പൂവല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്, ആ തേജസ്സിൻ്റെ അറ്റത്തുണ്ടായിരുന്നതാ. ഇതാണ് ഇപ്പോൾ ഉള്ള കേമന്മാരുടെ സ്വഭാവം. എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ചോദിച്ചതിന് സമാധാനം പറയില്ല, പക്ഷേ വള 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 എന്ന് കുറേ നേരം പറയുകയും ചെയ്യും. ഇല്ലേ, കേൾക്കാറില്ലേ? അവൻ ചോദിച്ചതിനെ മാത്രം പറയില്ല. എന്നാ ബ്രഹ്മൻ അവിടെ ചോദിച്ചതിന് മാത്രം പറഞ്ഞാൽ മതി, അഗ്രം കണ്ടോ ഇല്ലയോ അത് പറയാ. അങ്ങനെ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഒന്ന് പരിങ്ങി. ഇതിനെ തൊട്ടും കൊണ്ട് അസത്യം പറയാൻ പറ്റില്ല. അസത്യം പറയരുതെന്നല്ലേ ഉള്ളൂ, കാട്ടണേന് വിഷമമൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് പറച്ചിലൊക്കെ കഷ്ടിയാ, കാട്ടണ ആളുകൾ അധികം. ബ്രഹ്മാവ് എന്ത് ചെയ്തു? കണ്ടു എന്നുള്ള അർത്ഥത്തിൽ 5 ശിരസുണ്ട്, അതിലൊരു തല ഒന്നങ്ങോട്ട് കുനിച്ചു. അത് നിർത്താൻ നോക്കിയപ്പോൾ അവിടെ തലയില്ല. ഇതെൻ്റെ തല എവിടെ പോയി? ആ കുനിച്ച തല കാണാനില്ല. ശ്രീപരമേശ്വരൻ അസത്യം പറഞ്ഞ ആ ശിരസ് അപ്പം തന്നെ നുള്ളി ഇങ്ങോട്ട് എടുത്തു, അത് അർത്ഥം ഇങ്ങോട്ട് എടുത്തു. അത് ബ്രഹ്മാവ് കണ്ടു. എന്താ പരമേശ്വരൻ കാട്ടിയതാ? എൻ്റെ തല മുറിച്ചു ഇല്ലേ? എന്നാൽ അങ്ങേക്ക് ഇതുകൊണ്ട് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവട്ടെ. ശ്രീപരമേശ്വരനെ ശപിച്ചു. ബ്രഹ്മഹത്യാപാപച്ചാൽ വലിയ പാപം. അതിൽ നിന്ന് എങ്ങനെയാ മുക്തി ഉണ്ടാവുക? മുക്തി ഉണ്ടാവണമെങ്കിൽ ഈ മുറിച്ച തല അതൊരു കപാലപാത്രമാക്കി ഭിക്ഷ എടുത്ത് നടക്കുമ്പോൾ എപ്പോഴാണോ ഭിക്ഷ കൊണ്ട് പാത്രം നിറയണത് അന്ന് ശാപമോക്ഷം ഉണ്ടാവും. അന്ന് മുതൽക്ക് ശ്രീപരമേശ്വരൻ്റെ പ്രധാന പ്രവൃത്തി ഭിക്ഷാടന. മഹാകേമനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ അവനവൻ്റെ എന്താ വിധിക്കണ വെച്ചാൽ അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പരമേശ്വരൻ വിളിച്ചായി കഴിഞ്ഞാൽ വല്ല ദിക്കിലും ചെന്ന് ഇതിൻ്റെ ഉള്ളിൽ വല്ലത് ഇടണേ, ഇതിൻ്റെ ഉള്ളിൽ വല്ലത് ഇടണേ. ഇന്ന് എവിടെയോ തെണ്ടാനുള്ള പോക്കാന്നാണ് തോന്നണത്. എവിടുന്നാണോ ഇത് നിറയണത് അവിടുന്ന് വേണം ശാപമോക്ഷം ഉണ്ടാവുക. അതാ പോണു. നേരെ വൈകുണ്ഠത്തിലേക്കാണ് പോയത്. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ഭിക്ഷ കൊടുത്തു. ആദ്യം കൊടുത്തപ്പോൾ നിറഞ്ഞില്ല. നിറയാണ്ട് വന്നപ്പോൾ ശ്രീനാരായണൻ എന്ത് ചെയ്തു? തൻ്റെ ചെറുവരൽ മുറിച്ച് അതിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള രക്തം വീഴ്ത്തി ആ പാത്രം അങ്ങോട്ട് നിറച്ചു. അങ്ങനെ ശ്രീനാരായണൻ ശ്രീപരമേശ്വരന് ഭിക്ഷ കൊടുക്കാൻ വേണ്ടി ചെറുവരൽ മുറിച്ചപ്പോൾ അതിൽ നിന്ന് ആദ്യം 2 തുള്ളി രക്തം തെറിച്ചു. ചീറ്റിയ രക്തം അവിടെ ഇവിടെയായിട്ട് 2 ദിക്കിലായിട്ടാണ് വീണത്. ഒന്ന് ചെന്ന് പതിച്ചത് ഇന്ദ്രനിലും മറ്റൊന്ന് പതിച്ചത് ആദിത്യനിലുമാണ്. അവിടെയാണ് ഈ 2 തുള്ളി രക്തം പോയി വീണത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം ആദിത്യൻ്റെ രഥം സ്തംഭിച്ചു. ആദിത്യൻ സഞ്ചരിക്കണ രഥം ഉണ്ടല്ലോ, ആദിത്യൻ്റെ രഥത്തിൻ്റെ പ്രത്യേകത എന്താ? എവിടെയെങ്കിലും നിന്നു ഇളകാണ്ട് ആയി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പം എന്താ വരാൻ വൈകിയെന്ന് തോന്നുന്നു, വരണ വഴിക്ക് വാഹനം ഒന്ന് ഉറച്ചു. ആദിത്യന് അങ്ങനെ പറയാറില്ല. വരണതും അതെ, പോണതും അതെ, കൃത്യസമയത്താ, വേണ്ട സമയത്താ. ആ ആദിത്യൻ്റെ രഥം സ്തംഭിക്കാൻ കാരണം എന്താ വെച്ചാൽ ശീലാവതിയുടെ ശാപം. ഭൂമിയിൽ ശീലാവതി എന്ന പേരുള്ളൊരു സ്ത്രീ ഉണ്ട്. അവൾ ശപിച്ചു. എന്താ ശപിച്ച? അവളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ഭർത്താവ് ഉഗ്രശ്രവസ്. ആ ഉഗ്രശ്രവസിൻ്റെ പ്രാണങ്ങളെ രക്ഷിക്കാൻ എന്താ കാര്യം വെച്ചാൽ ആണിമാണ്ഡവ്യൻ എന്നു പേരുള്ളൊരു ഋഷീശ്വരനെ ആ രാജ്യത്തെ രാജാവ് ശൂലത്തിൻ്റെ മുകളിൽ തറച്ചു. മഹർഷിമാരെയൊക്കെ ഈ കാഷായക്കാരെയൊക്കെ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കണ കാലമാണ്. ഈ രാജാവ് എന്തിനാണോ ഈ ഋഷീശ്വരനെ പിടിച്ച് ഇതിൽ തറച്ചത് എന്താ കാര്യം വെച്ചാൽ ആ രാജ്യത്തെ രാജാവിൻ്റെ രാജഭണ്ഡാരം ചില കള്ളന്മാർ മോഷ്ടിച്ചു. ആണ് ഈ രാജഭണ്ഡാരം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ മോഷണമുള്ള സ്ഥലമാണ്. എന്നാ രാജഭണ്ഡാരം ഉണ്ടായിട്ടുണ്ടോ അന്ന് മുതൽക്ക് മോഷണമുണ്ട്. രാജാവ് ഭരിക്കണ കാലത്ത് കള്ളന്മാർ വേറെ വരിക. ഇതിപ്പോൾ അങ്ങനെയല്ല, ഭരിക്കണവരെന്നെ മോഷ്ടിക്കുക. അപ്പോൾ വ്യത്യാസം അതേ ഉള്ളൂ, മാറ്റം അത്രേ ഉള്ളൂ.
മോഷണം ഒന്നും ഉണ്ടാവും. അങ്ങനെ മോഷ്ടിച്ച് കുറേ കള്ളന്മാർ മോഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഓടിയപ്പോൾ ഇവരെ പിടിക്കാനായിട്ട് സൈന്യങ്ങൾ പിന്നാലെ. കള്ളന്മാർ ഓടി 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 എവിടെ ഒളിക്കാനൊരു സ്ഥലം എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ആശ്രമം കണ്ടു. ആശ്രമത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അതിൻ്റെ പടിക്കൽ ഒരു താടിക്കാരൻ അവിടെ ഇരിക്കേണ്ട. അവരൊന്നും ശ്രദ്ധിച്ചില്ല, അകത്ത് കയറി. ഈ സൈന്യങ്ങൾ ഭടന്മാരവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരാശ്രമം കണ്ടു. ഇവിടെ ആശ്രമത്തിലും കൂടി ഒന്ന് നോക്കാം, കള്ളന്മാർ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ. അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. ഈ ആശ്രമത്തിലൊന്നും കള്ളന്മാരുണ്ടാവില്ല. ഉണ്ടാവുമോ? ആശ്രമത്തിൽ മഹർഷിമാരല്ലേ, എന്നാൽ അവരെന്നെയാണ് കള്ളന്മാർ. ഞാൻ ആ കഥ തന്നെയാണ് പറയണത്. ഈ മഹർഷിയുടെ വേഷം കെട്ടി നടക്കുന്ന ചില കള്ളന്മാരുണ്ട്. ഇത്ര നല്ല കള്ളന്മാർ വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല. കാഷായവും രുദ്രാക്ഷമൊക്കെ അങ്ങനെ ചുറ്റി അങ്ങനെ ജപിച്ച് വിടണത് കണ്ട അവരെ പോലെ ഭക്തന്മാർ വേറെ ഇല്ലാന്ന് തോന്നും. അടുത്ത് ചെന്ന് എണീക്കുമ്പോഴാണ് അവിടെ നമസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് പലതും ഉണ്ടാവില്ല എണീറ്റ് കഴിയുമ്പോൾ. അത് അത്ര വലിയ കള്ളന്മാരുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഒന്ന് പോയി നോക്ക. ഭടന്മാർ അകത്ത് കയറി. അപ്പോഴും ഈ താടിക്കാരൻ അവിടെ ഉണ്ട്, ആണിമാണ്ഡവ്യൻ. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. കള്ളന്മാരെ പിടിച്ചു, അകത്തുനിന്ന് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ ആണിമാണ്ഡവ്യൻ അവിടെ ഇരിക്കേണ്ട. ഇതാരാ നോക്ക, ഈ തലമുടിയൊക്കെ വളർത്തി ഊശാൻ താടിയും. ആരാതാ? ഇത് ഇവിടുത്തെ ഋഷീശ്വരൻ എന്നല്ല, ഇയാളാണ് ഇവിടുത്തെ പ്രധാന കള്ളനോ? മുഖ്യ കള്ളൻ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അതെന്താ? ഈ മുഖ്യനാണ് കള്ളൻ. മുഖ്യ കള്ളൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യ കള്ളൻ ഒന്നും നേരിട്ട് മോഷ്ടിക്കാറില്ല. ഉണ്ടോ? അയാൾ അവിടെ ഇരിക്കുകയുള്ളൂ. അയാളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് മോഷ്ടിക്കുക. എന്നിട്ട് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഇയാളോട് ചോദിച്ചാൽ അയാൾ പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള മുഖ്യ കള്ളന്മാരുടെ സ്വഭാവം. എന്നൊരു കാര്യം ചെയ്യാം, ഇയാളാണ് കള്ളന്മാരുടെ നേതാവ്, ഇയാളെയും കൂടി പിടിക്കുക എന്ന് പറഞ്ഞു. ആ ഋഷീശ്വരനെയും പിടിച്ചു. ആണിമാണ്ഡവന് അപ്പോഴും ഒന്നും വേണ്ടിയില്ല. എന്താ വേണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മൗനവ്രത ദിവസമായിരുന്നു. മൗനവ്രതം ഭഞ്ജിക്കാണ്ടിരിക്കാൻ, വ്രതഭംഗം ഉണ്ടാവാണ്ടിരിക്കാൻ അദ്ദേഹം വേണ്ടിയില്ല. മഹാരാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മഹാരാജാവ് ശിക്ഷ വിധിച്ചു. എന്താ ശിക്ഷ? കള്ളന്മാർക്കുള്ള ശിക്ഷ, അവരെ ശൂലത്തിൽ തറച്ച് പെരുവഴിയിൽ നാട്ടി നിർത്തുക. ഈ ശൂലത്തിൽ തറച്ചാൽ തന്നെ അവരുടെ കഴിയുമല്ലോ, പിന്നെ എന്തിനാ ഈ പെരുവഴിയിൽ കൊണ്ടു നിർത്തുന്നത്? തറയ്ക്കുമ്പോൾ തന്നെ കഴിയും. പിന്നെ ഈ രണ്ടാമത് പെരുവഴി കൊണ്ട് നിർത്തണോ? അത് വേണം. ശിക്ഷിച്ചാൽ പോരാ, ശിക്ഷ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമാവണം. ഇപ്പം എന്താ അതില്ലാതെ വെച്ചാൽ ആളുകൾ കൂടുതൽ കൊള്ളരുതായ്മ കാണിക്കുന്നത് നല്ല ശിക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്. ഋഷീശ്വരൻ്റെ തപശക്തി കാരണം അദ്ദേഹം മരിച്ചില്ല, മരിക്കാണ്ട് അവിടെ കിടക്കണു. അങ്ങനെ മരിക്കാണ്ട് കിടക്കുമ്പോഴാണ് അന്ന് ആദിത്യൻ അസ്തമിച്ചു. സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ശീലാവതി എന്നു പേരുള്ള പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ എടുത്ത് ചുമലിലിട്ടും കൊണ്ടുവരണു. ഭർത്താവിനെ അവൾ ചുമലിലിട്ടും കൊണ്ടാണ് വരണത്. ഒന്ന് പോയി നോക്കുക, എന്നാ ഒന്ന് പറഞ്ഞു നോക്കണം, എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല സുഖമുണ്ടെന്നാണ് തോന്നുന്നത്. ഒറ്റ ദിവസം എടുക്കുള്ളൂ, ആ എടുത്ത അളവിന് അങ്ങോട്ട് എടുക്കേണ്ടി വരും. അല്ലാണ്ട് ഭർത്താവിനെ എടുക്കണ ഭാര്യമാർ, എടോ അതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ കാലത്തിൻ്റെ മാറ്റം തനിക്ക് അറിയാൻ ചേട്ടാ. ഇന്ന് ഭാര്യമാർക്ക് ആ ശക്തി കൂടുക അല്ലേ? ചോദിച്ചു നോക്കിക്കോളൂ. ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇവിടെ കാണുമ്പോൾ വലിയ കനമൊക്കെ തോന്നും. കണ്ടോ ഇരിക്കണ ഇരിപ്പൊക്കെ കണ്ട, ഇതിനെയൊക്കെ കണ്ടാൽ നല്ല കനം തോന്നും. അവിടെ ചെന്ന് അവളുടെ മുമ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കനമില്ല. അവൾക്ക് എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റിയിടുകയെ ഒക്കെ വലിയ എളുപ്പമാണ്. അതുകൊണ്ടാ അതല്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഉഗ്രശ്രവസ, ശീലാവതിയുടെ ഭർത്താവ്. അയാൾക്ക് ശരീരം മുഴുവൻ ശരീരശക്തിയേ ഇല്ല. പക്ഷേ മനസ്സിൽ ദുർവാസനകൾ അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ എന്തുണ്ട്, പന്തിയല്ലാത്ത സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇയാൾക്ക് തന്നെ പോകാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇവളോടാ പറയുക എനിക്ക് അവിടെ പോകണം എന്നാന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഭാര്യ. ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കും, പാതിവർത്തിയ. ആ ശീലാവതി ഭർത്താവിനെ എടുത്ത് ചുമലിലിട്ടും കൊണ്ട് പോണ വഴിക്ക് ഈ ഉഗ്രശ്രവസിൻ്റെ കൈ അറിയാണ്ട് മഹർഷിയെ തറച്ച ശൂലത്തിൽ തട്ടി. വേദന കാരണം മഹർഷി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോളാ ഇതാ ഒരുത്തിയും കൂടി വരുന്നു. എന്താ അതങ്ങോട്ട് കണ്ടപ്പോൾ എന്താ ഈ കാട്ടണത്? എടാ മഹാഭാവി, നീ അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കേ, എന്നാൽ നാളെ ആദിത്യൻ ഉദിക്കണതോടുകൂടി ശിരസ് പൊട്ടി നീ മരിച്ചോട്ടെ എന്ന് ഉഗ്രശ്രവസിനെ ശപിച്ചപ്പോൾ ശീലാവതി ശാപം കിട്ടും. ഉറക്കല്ലേ ശാപം.
ശീലാവതി ശാപം കേട്ട് തിരിഞ്ഞു. സന്തോഷം കൊണ്ടാവും, ആർക്കായാലും സന്തോഷമാവാണ്ടിരിക്കുക. സാധാരണ ബുദ്ധിയുള്ള സ്ത്രീകളാണ് വെച്ചാൽ ഇതങ്ങോട്ട് കേട്ടാൽ ഹാവോ രക്ഷപ്പെട്ടു, ഇനി നാളെ മുതൽക്ക് ഈ ചുമക്കണ്ടല്ലോ, താടിക്കാരൻ്റെ സഹായ ദൈവാധീനം എന്നാണ് തോന്നേണ്ടത്. പക്ഷേ ശീലാവതിക്ക് അങ്ങനെയല്ല തോന്നി. അത് കേട്ടപ്പോൾ ആഹാ, എന്താ ആദിത്യൻ ഉദിച്ച് എൻ്റെ ഭർത്താവ് മരിക്കുന്ന, ആദിത്യൻ ഉദിച്ചാലല്ലേ മരിക്കുള്ളൂ, ആദിത്യൻ്റെ രഥം സ്തംഭിച്ചോട്ടെ. ശീലാവതി പറഞ്ഞ നാവ് അങ്ങോട്ട് വായിലേക്ക് തിരിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ആദിത്യൻ്റെ രഥം അവിടെ ഉറച്ചു, ഇളകാണ്ടേ. ആദിത്യൻ്റെ രഥം ഇളകാണ്ടായപ്പോൾ ആദിത്യനൊരു തേരാളിയുണ്ട്, കുതിര ഓടിക്കണവൻ, അരുണൻ. അവൻ എന്നാണോ ഇതിൻ്റെ മുകളിൽ കയറിയത് അതിൻ്റെ ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഇത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണതാ. ഇതങ്ങനെ സംഭവിച്ചപ്പോൾ അവന് ഒരൊക്കെ വിട്ടു, ദൈവാധീനം. അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അതെ, ഞാനിനി ഇത് ഓടാറാവുമ്പോൾ ഇളകാറാവുമ്പോൾ വന്നാൽ മതി മതി മതി, അപ്പോഴേക്കും ഇങ്ങോട്ട് വരണം, വരാം. അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ദൈവാധീനം കൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. എന്തെങ്കിലും നേരം പോക്ക് വേണം, അതിന് എവിടെയാ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നേരം പോക്കിനുള്ള സ്ഥലമൊക്കെ കുറേ ഉണ്ടെങ്കിലും നല്ല സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ സ്വർഗം. ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന ആളുകളാണെന്നാണ് തോന്നുന്നത്. സ്വർഗത്തിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ആരെങ്കിലും കണ്ടുണ്ടോ? ഉണ്ടോ? ഇത് രണ്ടാളുകൾ എവിടുന്നാ? ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന വഴിയാ, ഒരു മാസം അവിടെ ആയിരുന്നു, ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ സ്വർഗത്തിൽ പോയാൽ പിന്നെ ഒരാളും തിരിച്ചു വരില്ല, അത്ര നല്ല സ്ഥലമാണ്. എന്നാൽ സ്വർഗം കാണണം എന്ന് വിചാരിച്ചാൽ സ്വർഗത്തിൻ്റെ ഗോപുരത്തിൻ്റെ പടിക്കലെത്തി. ഗോപുരത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ ഗോപുരം കാവക്കാരുണ്ട്, ഇവിടെ തടയാൻ കുറേ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരെ ഇവിടെ വന്നാൽ അവിടെ എന്താ സ്വർഗം ഒന്ന് കാണാൻ. ഇപ്പം പറ്റില്ല. അയ്യോ, ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴേ ഉള്ളൂ എൻ്റെ അവസരം, ഇനി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, ഇപ്പം കിട്ടിയത് കിട്ടി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ എന്തായാലും പ്രവേശനം ഇല്ല. അല്ല, ആർക്കും പ്രവേശനം ഇല്ലേ? ആർക്കും ഇല്ല എന്നില്ല, സ്ത്രീകൾ വേണച്ചാൽ സ്ത്രീകൾക്ക് പോവാം. അപ്പോൾ പുരുഷന്മാർക്ക് കയറാൻ പാടില്ല. അപ്പം ഇല്ല, ഇവിടെ മാത്രമേ അങ്ങനെ ഒരു മാറ്റമുള്ളൂ. മറ്റേത് അവിടെ അങ്ങനെയല്ലായിരുന്നു. വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു, പുരുഷന്മാരെ മാത്രമേ കയറ്റണുള്ളൂ, സ്ത്രീകളെ കയറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റിക്കാൻ എത്ര കൊള്ളരുതാത്തവന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ കയറ്റിക്കാം ഒരിക്കലേ കയറ്റുള്ളൂ. പിന്നെ ആ കയറ്റിച്ചോർക്കനെ മനസ്സിലായി, ഇനി വേണ്ട, ഇനി കയറ്റിച്ചാൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാലും പുരുഷനെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മഹാഭാവി സഹായത്തിന് വരുമോ? ഇങ്ങനെ ജനിക്കേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. താനത് കുറേ കൂടി നീട്ടി വളർത്തിക്കോ, അതാ നല്ലത്. സ്ത്രീയായിട്ട് ജനിക്കുക തന്നെയാണ് ഭേദം. എന്താ ചെയ്യുക, അകത്തേക്ക് പോകണമെങ്കിൽ സ്ത്രീ ആവണമെങ്കിൽ എന്നൊരു കാര്യം ചെയ്യുക. വേഗം അരുണൻ എന്ത് ചെയ്തു, അവിടുന്ന് അങ്ങോട്ട് മാറി മായ കൊണ്ട് ഒരു സുന്ദരിയായി. വെറും സ്ത്രീയായിട്ടും കാര്യമില്ല കേട്ടോ. ഈ വെറും സ്ത്രീയായി കഴിഞ്ഞാൽ അത് അതുപോലെയൊക്കെ എവിടെയെങ്കിലും ആരും കണ്ടുവെന്നും കൂടി നടിക്കില്ല. മറ്റത് അങ്ങനെയല്ല, സുന്ദരിയാണ്. പക്ഷെ ആരായാലും ഒന്നും ചോദിക്കില്ല, ഇങ്ങോട്ട് കയറാം. അങ്ങനെ ചില സുന്ദരിമാർ കയറിയത് കാരണം ഇറങ്ങിയ ആളുകൾ ഇതുവരെ തിരിച്ച് കയറിയിട്ടില്ല. അതുകൊണ്ട് അവൾ വേഗം ആ അരുണൻ സുന്ദരിയായിട്ട് വേഗം പടിക്കൽ വന്നപ്പോൾ കാവക്കാര് ഇങ്ങോട്ട് കയറാം, വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു കൊടുത്താൽ അകത്ത് കയറി ഓരോരോ കാഴ്ചകളാണ്. കൽപ്പവൃക്ഷമുണ്ട്, ഐരാവതം, ഉച്ചൈശ്രവസ, മന്ദാരം, ഇങ്ങനെ സ്വർഗത്തിലെ നല്ല നല്ല കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഒരു പുറത്ത് എത്തിയപ്പോഴാണ് ദേവസ്ത്രീകൾ കൈകൊട്ടി കളിക്കണു, പാട്ടുപാടണു, നൃത്തം ചെയ്യണു. അതിസുന്ദരികളാ. ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിലിപ്പോൾ ഏതാ വരണതെന്ന് അറിയില്ല. അത് ഉർവശിയാണോ അതെങ്ങനെ അങ്ങനെ പാട്ട് പാടണൊക്കെ ഇട്ട് അവർ കളിക്കുക. അത് കാണാൻ ഒരാളിതാ, ഈ ഒരൊറ്റ ഒരാളേ ഉള്ളൂ കാണാൻ. ഇതാണേ ചില പ്രവൃത്തി അങ്ങനെയാണ്, കാണാൻ ഒരാളും കാണിക്കാൻ കുറേ ആളുകളും. സാധാരണ അങ്ങനെയല്ല, കാണാൻ കുറേ ആളുകളും കാണിക്കാൻ ഒരാളും ആ പതിവ്. ഇവിടെ നേരെ വിപരീതം. ദേവേന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കാണുക, അയാളൊക്കെ കാണുന്നുണ്ട്, ദേവസ്ത്രീകൾ പാട്ടുപാടി കളിക്കണം. ഇത് കണ്ടും കൊണ്ട് അരുണൻ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നല്ല കൈകൊട്ടിക്കളിയാ, അല്ലാണ്ട് മറ്റേതുപോലെ ഇപ്പോൾ വേറെ പുതിയ കൈ കൊണ്ടല്ല അവരധികം കൊട്ടുക. നീ കൊട്ടാത്തതൊന്നുമില്ല, അതൊക്കെ ചാടാത്തതും അറിയാത്തതൊന്നുമില്ല. ഇതങ്ങനെയല്ല, നല്ല കാണാൻ കൗതുകമുള്ള കൈകൊട്ടിക്കളി. അത് കണ്ടും കൊണ്ട് നിൽക്കുമ്പോൾ ദേവേന്ദ്രൻ പെട്ടെന്ന് ഇവളെ കണ്ടു, ഈ പുതിയൊരുത്തി. എത്ര സ്ത്രീകളോട് ലോകിയുള്ള ആളാ, എത്ര എണ്ണം ഉണ്ട് അവിടെ, അതൊക്കെ അയാൾക്ക് ലോകിയുള്ളതാ. എന്നാലും പുതിയ ഒരെണ്ണത്തിനെ കണ്ട കണ്ണങ്ങോട്ട് പോവാണ്ടിരിക്കില്ല. അതാണ് ഈ ഇത്തരക്കാരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അടുത്തേക്ക് ചെന്നു, പരിചയമായി, വർത്തമാനം പറഞ്ഞ പരിചയമായി. പിന്നെ ആ പരിചയം ഒന്ന് ലോകിയായി.
ലോഗ്യം കലശലായി. ഈ ലോഗ്യം കലശലായി കഴിഞ്ഞാലാണ് കാര്യം അപകടമാവുക. ഇവിടെ അത് തന്നെ ഉണ്ടായത്. ദേവേന്ദ്രനോട് കുറച്ചധികം ലോഗ്യമായി. അതാണ് പറയുന്നത്, ചില ആളുകളോട് ലോഗ്യമാവാൻ പാടില്ല. ലോഗ്യമായി, അപ്പം തന്നെ ഗർഭമായി. ഗർഭം കൂടെ ആയി കഴിഞ്ഞപ്പോഴാണ് അരുണന് കാര്യം മനസ്സിലായി. അതാണ് ഈ ഗർഭമൊക്കെ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കണം. ചില കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയും ആ ഗർഭമൊക്കെ അപ്പം ഇല്ലാണ്ടാക്കാൻ പറയും. അങ്ങനെ ചില കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുന്നുണ്ടാവും. ഇത് അതുപോലെയല്ല. ദേവേന്ദ്രനോട് പറഞ്ഞു ഗർഭമായതാണ്. അത് എന്താ, ഞാനിങ്ങനെ സ്ത്രീയല്ല പുരുഷനാണ്, നീ എന്താ ചെയ്യുക? ഓ, നീ പരിഭ്രമിക്കേണ്ട, അതൊക്കെ ഞാൻ നേരെയാക്കാം. അപ്പോൾ മനസ്സിലായി ഇയാൾ തടക്കക്കാരനല്ല എന്നുള്ളത്. ഓക്ക് അരുണനേ ഉള്ളൂ പരിഭ്രമേ. മറ്റേത് അങ്ങനെയല്ലേ, തടക്കക്കാരനാണെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ ദേവേന്ദ്രന് വല്ല പരിഭ്രമം ഉണ്ടോ? ആ, അതൊക്കെ ഞാൻ നേരെയാക്കി തരാന്നാ. വേഗം എന്ത് ചെയ്തു, ആ അരുണൻ്റെ തൊട കീറി ആ ശിശുവിനെ പുറത്തെടുത്തു, അഹല്യയുടെ കയ്യിൽ കൊടുത്തു. പോയിക്കോ, എന്നാൽ ഇനി സ്വർഗം മുഴുവൻ കണ്ടിട്ട് പോയാൽ മതി, വേണ്ട ഇനി ഒന്നും കാണണ്ട, കണ്ടിടത്തോളൊക്കെ തൃപ്തിയായി. അരുണൻ വേഗം അവിടുന്ന് ഇറങ്ങി നേരെ ആദിത്യൻ്റെ അടുത്ത് ചെന്നു. ആ ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദിത്യൻ ചോദിച്ചു, എവിടെ പോയത്, എന്താ ഒരു ക്ഷീണമൊക്കെ മുഖത്ത്? ഇങ്ങനെയൊക്കെ ഉണ്ടായത് പറഞ്ഞ് അതങ്ങോട്ട് കേട്ടപ്പോൾ ആദിത്യനെ, ഇത് എന്ത് കഥ, നീ എന്താ പറയണതാ? അതിസുന്ദരിമാരുടെ ഒരുമിച്ച് രമിച്ച് കഴിയണ ദേവേന്ദ്രന് നിന്റെ സ്ത്രീവേഷം കണ്ട് ഭ്രമം ഉണ്ടായിന്നോ? എന്നാ ആ സ്ത്രീവേഷം എനിക്കും കൂടി ഒന്ന് കാണണം. എപ്പോഴായാലോ ഇത് പറയേണ്ടിയിരുന്നില്ല, വേറെ വല്ലതും പറയും, നുണ പറയണ്ടെന്ന് നിരീക്ഷിച്ചിട്ടാണ് സത്യം പറഞ്ഞത്. അതെ, ഞാൻ ഈ സ്ത്രീവേഷം കെട്ടി ഒരാൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയായി. ഇനി പറയുമ്പോൾ ഞാനിത് കെട്ടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഇതിന് ഒഴിവുണ്ടാവില്ല. അതൊക്കെ എല്ലാവരും ഒരുപോലെയാണോ? ദേവേന്ദ്രൻ അങ്ങനെ ഒരു ശബലൻ, ഞാൻ അങ്ങനെ വല്ലതും ആണോ? എനിക്ക് അങ്ങനെ ഒന്നും പറ്റില്ല. നീ ആ സ്ത്രീവേഷം ഒന്നും കൂടി കേട്ടാ. ആ തൻ്റെ സ്വാമിയല്ലേ പറഞ്ഞതനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സ്ത്രീവേഷം ഒന്നും കൂടി കെട്ടി. സ്ത്രീവേഷം ഒന്നും കൂടി കെട്ടി കഴിഞ്ഞപ്പോഴാണ് അരുണന് മനസ്സിലായി അദ്ദേഹമായിരുന്നു ഭേദം. ദേവേന്ദ്രൻ അവിടെ ചെന്ന് വർത്തമാനവും കഴിഞ്ഞ് ലോക്യവും കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഉണ്ടായത്. ഇവിടെ ഒന്നും ഉണ്ടായില്ല, കാണലേ ഉണ്ടായുള്ളൂ. കണ്ടപ്പോൾ തന്നെ ഗർഭം ഉണ്ടായി കഴിയുമ്പോൾ എന്താ അവിടെ ഉണ്ടായത്, എങ്ങനെയാ ഇതിനെ പുറത്തെടുത്തതെന്ന് ആദിത്യൻ ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. എന്നാ അതേപോലെ ആദിത്യനും ആ ശിശുവിനെ പുറത്തെടുത്ത് അതിനെയും അഹല്യയുടെ കയ്യിൽ കൊടുത്തു. ഇങ്ങനെ ആദിത്യൻ്റെ തേരാളിയായിട്ടുള്ള അരുണന് ഇന്ദ്രനിൽ നിന്നും ആദിത്യനിൽ നിന്നും 2 സന്തതികളുണ്ടായി. അവരെ 2 ആളെയും അഹല്യയെ ഏൽപ്പിച്ചു. അഹല്യ ഇവരെ സംരക്ഷിച്ചു, വളർത്തി. ഒരു ദിവസം തൻ്റെ പുത്രിയെയും ഈ പുത്രന്മാരെയും കൂടെ കൂട്ടി കുളിക്കാനായിട്ട് ജലാശയത്തിലേക്ക് പോവാ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് അതിലൊരുത്തൻ പറഞ്ഞു, അമ്മേ എന്നെ ഒന്ന് എടുക്കൂ. അപ്പോൾ അവനെ എടുത്തപ്പോൾ മറ്റവനും, അമ്മേ എന്നെ എടുക്കണം. എന്നാൽ 2 ആളെ എടുക്കാം. ഈ 2 കിടാങ്ങളെ ഒരുമിച്ച് എടുത്ത് പോകുമ്പോഴാണ് ദുർവാസാവ് മഹർഷിയല്ലേ വരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് വരിക. ആ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി ഈ കാഴ്ച ഇങ്ങോട്ട് കണ്ട അഹല്യേ, ഇതെന്താ ഈ 2 കിടാങ്ങളെ ഒരുമിച്ച് എടുത്തേക്കണതാ? അത് അവർ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്ത്. ആഹാ, അവരങ്ങനെ പറഞ്ഞോ? എന്നാൽ അവർക്ക് വാനരന്മാരുടെ പ്രകൃതിയാണ്, വാനര സ്വഭാവം കൊണ്ടാണ് അങ്ങനെ പറയണത്. ഈ 2 കിടാങ്ങളും കുരങ്ങന്മാരായി പോട്ടെ. ദുർവാസാവ് മഹർഷി അങ്ങോട്ട് ശപിച്ചു. അദ്ദേഹത്തിന് നഷ്ടമൊന്നുമില്ല, വേറെ ആരുടെ സന്തതി കുരങ്ങന്മാരായപ്പോൾ അദ്ദേഹത്തിന് എന്താ, അത് 2 കുരങ്ങന്മാരായി. 2 കുരങ്ങന്മാരായി കഴിയുമ്പോൾ അഹല്യ, നീ ഇതിനെ വളർത്താൻ പറ്റും തോന്നണില്ല, സാമാന്യം പോലുള്ള സന്തതിയെ വളർത്താൻ വിഷമം, അപ്പോഴാണ് കുരങ്ങനെ എന്തായാലും പറ്റില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ശ്രീനാരദ മഹർഷി അവിടെ വന്നു. ആ 2 കിടാങ്ങളെയും കൂട്ടി നേരെ ദേവേന്ദ്രൻ്റെ മുമ്പിൽ അവിടെ കൊണ്ടുവന്നു. ദേവേന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്രൻ ഇതാരാ? ദേവേന്ദ്രൻ നോക്കിയപ്പോൾ ശ്രീനാരദ മഹർഷിയും 2 കുരങ്ങന്മാരും. ഇതെന്താ മഹർഷി കുരങ്ങന്മാരുടെ കൂട്ടത്തിലാ? ഞാൻ കൂടെ കൂട്ടിയതൊന്നുമല്ല, അവരെ കൊണ്ടുവന്നതാ. ആരാന്ന് മനസ്സിലായോ? ആരാ? ഇത് അങ്ങയുടെ മഹൻ. ഏത് ഈ കുരങ്ങനാ? എനിക്ക് അങ്ങനെ ഒരു പുത്രനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പുത്രന്മാർ പല ദിക്കിലുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്തായാലും കുരങ്ങൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വളർന്നപ്പോൾ എങ്ങനെയാ ഇതാ? അങ്ങനെയാണ് അധികം. പലത് ഉണ്ടാവുമ്പോൾ നല്ലതായി, വളർന്ന് വലുതാവുമ്പോഴാണ് വന്നില്ലാണ്ടാവേ. അല്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള ആളുകളുടെ സന്തതികളല്ലല്ലോ, അപ്പോൾ കേവലം കുരങ്ങന്മാരായിട്ട് കണക്കാക്ക വയ്യ, ദിവ്യത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നാമകരണമൊക്കെ വേണം, പേരിടണം അല്ലേ? എണീക്ക അങ്ങോട്ട് തിരിഞ്ഞീക്ക. അവൻ്റെ മുഖത്തേക്കാൾ നല്ലത് പിൻഭാഗ. വാലെങ്ങനെ നീണ്ട് കിടക്കണു.
ഇത്രയും നല്ല വാല് വേറെ ഒരു കുരങ്ങനും കണ്ടിട്ടില്ല കേട്ടോ. നീണ്ടിങ്ങനെ കിടക്കണ വാല്. എന്നാൽ നിന്റെ പേര് ബാലി എന്നാണ് കേട്ടോ. വാലിൻ്റെ കേമത്തം കൊണ്ട് ഒരുത്തന് ബാലി നാമകരണം നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ആദിത്യൻ്റെ പുത്രനെ അവിടെ നിൽക്കണു. അവൻ്റെ വാലിനല്ല കേമത്തം, വയറ് അല്ല, കഴുത്ത്. നല്ല കഴുത്ത്. ഈ കഴുത്തിന് ശോഭയുള്ളത് കാരണം സുഗ്രീവൻ എന്ന അവനും നാമകരണം നടത്തി. ആ രണ്ട് സന്തതികളെയും അപ്പം തന്നെ ഭൂമിയിൽ വാനര ചക്രവർത്തിയായിട്ടുള്ള ഋക്ഷർജസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഋക്ഷർജസ് അവരെ സാമാന്യം പോലെ പരിപാലിച്ചു എന്ന് മാത്രമല്ല, വാർദ്ധക്യത്തിൽ ഋക്ഷർജസ് സിദ്ധി കൂടിയപ്പോൾ ബാലി അമീഷാം ഈശിത അഭൂൽ, ബാലിയെ വാനര ചക്രവർത്തിയായിട്ട് അഭിഷേകം കഴിച്ചു. അങ്ങനെ ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലിയെ വാനര ചക്രവർത്തിയായിട്ട് അഭിഷേകം കഴിക്കലുണ്ടായി. വാനരന്മാരുടെ മുഴുവൻ നാഥനായിട്ട്. എന്താ ബാലിയുടെ പ്രത്യേകത? ദേവേന്ദ്രൻ്റെ മകൻ എന്നുള്ളത് മാത്രമല്ല, ചില സന്തതികളുണ്ടാവും അച്ഛൻ കേമനാവും. സന്തതിയെയും അച്ഛൻ്റെ കേമത്തം കണക്കാക്കിയിട്ട് അവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക അച്ഛൻ്റെ കേമത്തൊന്നും ഇയാൾക്കില്ല. അങ്ങനെ പല ആളുകളെയും കാണാറില്ലേ? ഇവിടെ അങ്ങനെയാണോ? ദേവേന്ദ്രൻ്റെ മകൻ എന്ന് മാത്രമല്ല, ബാലിയുടെ പ്രത്യേകത എന്താ? വിക്രമീ ബാലി, അതിപരാക്രമശാലിയാ. ബാലിയെ പോലെ പരാക്രമം ഉണ്ടായിട്ട് മറ്റൊരാളുണ്ടോ എന്ന് സംശയം. എത്രയുണ്ട് പരാക്രമം എന്നാണെങ്കിൽ, ബാലാഗ്ര സംയന്ത്രിത ദശവദന, ബാലാഗ്ര സംയന്ത്രിത ദശവദനാണ്. തൻ്റെ വാലിൻ്റെ അഗ്രം കൊണ്ട് ദേവേന്ദ്രനെ പോലും ബന്ധിച്ചിട്ടുണ്ട്, രാവണനെ പോലും ബന്ധിച്ചിട്ടുള്ള ആളാ. രാക്ഷസ ചക്രവർത്തി, ത്രൈലോക്യ ചക്രവർത്തിയായിട്ടുള്ള രാവണനെ തൻ്റെ വാലിൻ്റെ കടഭാഗം കൊണ്ട് കെട്ടിയിട്ടിട്ടുള്ള ആളാണ് ബാലി. അതിശക്തൻ, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ബാലിയെ വാനരന്മാരുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം കഴിച്ചു. ആ ബാലി ഭൂമിയെങ്കിൽ ദേവാംശ സംഭൂതന്മാരായിട്ടുള്ള വാനരന്മാരെ മുഴുവൻ രക്ഷിച്ചും കൊണ്ട് കിഷ്കിന്ധയെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് അവിടെ വർത്തിച്ചു. ഇങ്ങനെ ഭഗവാൻ ശ്രീനാരായണൻ രാവണവധത്തിനായിക്കൊണ്ട് രാമാവതാരത്തെ ചെയ്തപ്പോൾ ബ്രഹ്മാവിൻ്റെ കൽപ്പനഹേതുവായിട്ട് ദേവന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള വാനരന്മാർ മുഴുവൻ ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലിയുടെ അധീനത്തിങ്കൽ ഭഗവാന്റെ ആഗമനകാലത്തെ കാത്തുകൊണ്ട് കിഷ്കിന്ധയെങ്കിൽ അവിടെ വർത്തിച്ചു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രനോ അനുജന്മാരോടും ഒരുമിച്ച് വസിഷ്ഠാശ്രമത്തിങ്കൽ വേദാധ്യയനം ചെയ്ത് വർത്തിക്കുന്ന കാലത്ത് ബ്രഹ്മകൽപ്പന ഹേതുവായിട്ട് ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ള വാനരന്മാരൊക്കെയും കിഷ്കിന്ധയെങ്കിൽ ബാലിയുടെ അധീശത്തെങ്കിൽ ഭഗവാന്റെ ആഗമനകാലത്തെ കാത്തും കൊണ്ട് വർത്തിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭക്തവത്സലനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ.